ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം 200 millimeter wide, 300 millimeter deep as shown in figure and 4 meter long. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് ടോട്ടൽ വിഡ്ത്ത്, ക്രോസ് സെക്ഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 millimeter, അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 300 millimeter. ഓക്കെ, അപ്പോൾ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബീമാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 meters. ഓക്കെ, ഡിറ്റർമിൻ ദി ബെൻഡിങ് സ്ട്രെസ് അറ്റ് പോയിന്റ് ഇ. Determine the bending stress at point E, which is 60 millimeter below top surface and 1 meter from the left support. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബെൻഡിങ് സ്ട്രെസ് അറ്റ് പോയിന്റ് ഇ ആണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ബീം എ ബി, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 meters. ഓക്കെ, പിന്നെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 200 by 300 millimeters, 200 millimeter width and 300 millimeter depth. ഓക്കെ, അപ്പം ബീമിൻ്റെ 4 meter ഉള്ള ബീമിൻ്റെ കൃത്യം സെൻറ്ററിലായിട്ട് 800 kilonewtonൻ്റെ ഒരു ലോഡ് വന്നിരിക്കുകയാണ്. ഓക്കെ, 800 kilonewtonൻ്റെ ഒരു ലോഡ് കൃത്യം സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, 800 kilonewtons. ഓക്കെ, അപ്പം ഇനി ബീമിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന്, ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് പോയിന്റ് എ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് രണ്ട് സൈഡിലും സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് രണ്ട് സൈഡിലും സപ്പോർട്ട് റിയാക്ഷൻസ് വരും. ഓക്കെ, ഈ സൈഡിലും സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിലും സപ്പോർട്ട് റിയാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ആർ എ, റൈറ്റ് സൈഡിലെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ആർ ബി ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ ലെഫ്റ്റ് എൻഡിൽ നിന്ന്, ലെഫ്റ്റ് എൻഡ് സപ്പോർട്ട് എ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടിൽ നിന്ന് 1 meter മാറിയിട്ട് ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് ഇ. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടിൽ നിന്ന് 1 meter ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റാണ് ഇ. ഓക്കെ, അപ്പം ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് 1 meter ഡിസ്റ്റൻസിൽ, പിന്നെ ഇതിൻ്റെ ടോപ്പ് സർഫസിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എ ടു ബി എവിടെ വെച്ചിട്ട് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലും എല്ലായിടത്തും എന്ത് തന്നെയാണ്, ഈ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പം സെക്ഷൻ ഇയിലും ഇതുപോലെ തന്നെ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും വരുന്നത്. ആ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ ടോപ്പ് സർഫസിൽ നിന്ന് 60 millimeter താഴത്തേക്ക്, ടോപ്പ് സർഫസിൽ നിന്ന് 60 millimeter താഴത്തേക്ക് ഉള്ളൊരു സെക്ഷൻ, ടോപ്പ് സർഫസിൽ നിന്ന് 60 millimeter താഴത്തേക്കുള്ളൊരു സെക്ഷൻ അല്ലെങ്കിൽ ലെയറിലുള്ള സ്ട്രെസ്സാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഒരു 3-dimensional സ്കെച്ചായിട്ട് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും XYZ കോർഡിനേറ്റ്സ് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബീമിൻ്റെ ലെങ്ത് കാണിച്ചിട്ടുണ്ട്. ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 meters. ടോട്ടൽ ലെങ്ത് വന്നിട്ട് 4 meters. ലെഫ്റ്റ് എൻഡിൽ സപ്പോർട്ട് ചെയ്യുക, റൈറ്റ് എൻഡിലായിട്ട് സപ്പോർട്ട് ബിയും വരുന്നുണ്ട്. ലെഫ്റ്റ് എൻഡിൽ സപ്പോർട്ട് ചെയ്യാൻ്റെ റൈറ്റ് എൻഡിൽ സപ്പോർട്ട് ബി വരുന്നുണ്ട്. ഓക്കെ, കൃത്യം സെൻറ്ററിലായിട്ടാണ് 800 kilonewtonൻ്റെ പോയിന്റ് ലോഡ്, 800 kilonewtonൻ്റെ പോയിന്റ് ലോഡ് വന്നിരിക്കുന്നത്. ശരി, അപ്പോൾ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ് വന്നിരിക്കുന്നത്. ആ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 millimeter, ഡെപ്ത്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് വന്നിട്ട് 200 millimeters, ഡെപ്ത്ത് എന്ന് പറയുന്നത് 300 millimeters. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 meter മാറിയിട്ട്, ഓക്കെ, ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 meter മാറിയിട്ട് ഇവിടെ ഒരു സെക്ഷൻ. ഓക്കെ, ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 meter മാറിയിട്ടുള്ള റെക്ടാങ്കുലർ സെക്ഷനാണ് ഇത്. ഓക്കെ, ആ സെക്ഷനിൽ തന്നെ ടോപ്പ് സർഫസിൽ നിന്ന്, ഓക്കെ, ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഈ മുകളിലത്തെ ലെയറിൽ നിന്ന്. ഓക്കെ, അപ്പം ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 meter മാറിയിട്ട് ആദ്യം ആ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുക. അവിടെ നിന്ന് 60 millimeter താഴത്തേക്ക്, അവിടെ നിന്ന് 60 millimeter താഴത്തേക്കുള്ള ഈ ഒരു ഫൈബറിലെ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അറ്റ് ദി ടോപ്പ് മോസ്റ്റ് ആൻഡ് ബോട്ടം മോസ്റ്റ് ഫൈബർ. മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ ദി ടോപ്പ് മോസ്റ്റ് ആൻഡ് ബോട്ടം മോസ്റ്റ് ഫൈബർ അതുകൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ്, ഈ ബീമിൻ്റെ ലെങ്ത്തിൽ എവിടെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടുത്തെ ഏറ്റവും മുകളിലത്തെ ഫൈബറിൽ ഏറ്റവും താഴത്തെ ഫൈബറിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമിൻ്റെ എലോങ് ദി ലെങ്ത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ബെൻഡിങ് സ്ട്രെസ്, ഈ പറയുന്ന ബെൻഡിങ് മൊമെൻറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പം മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഉള്ള സെക്ഷൻ ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് വേണം ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ്റെ സമ്മറി എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഈ സെക്ഷൻ ഇയിൽ വരുന്ന 60 മില്ലിമീറ്റർ ബിലോ ദി എന്താണ് ടോപ്പ് സർഫസ്, അവിടെ വരുന്ന സ്ട്രെസ്സും വേണം. പിന്നെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ ദി ടോപ്പ് മോസ്റ്റ് ആൻഡ് ബോട്ടം മോസ്റ്റ് ഫൈബറും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനായിട്ട് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ്, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 200 മില്ലിമീറ്റർ ബൈ 300 റെക്ടാങ്കിളാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ റെഫറൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എക്സും വൈയും. ഓക്കെ, എക്സും വൈ. ഓക്കെ, ഇപ്പോൾ റെക്ടാങ്കുലറിൻ്റെ 4 കോർണേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സെക്ഷൻ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്, റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വൈ ആക്സിസിൽ നിന്ന് എന്താണ് ഹാഫ് ദി വിഡ്ത്ത് അല്ലേ. അപ്പോൾ ഇത് ടോട്ടൽ 200 ആണെങ്കിൽ ഇവിടുത്തെ സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 100 ആയിരിക്കും അല്ലേ. ലെഫ്റ്റിൽ നിന്ന് B/2 H/2ലാണ് സെൻട്രോയിഡ് വരുന്നത്. റെക്ടാങ്കിൾസിൻ്റെ B/2 H/2ലായിട്ടാണ് സെൻട്രോയിഡ് വരുന്നത്. അപ്പം ഇത് 200 ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതിയായിട്ട് 100 മില്ലിമീറ്റേഴ്സും അല്ലേ. ഇത് ടോട്ടൽ 300 ഉണ്ടെങ്കിൽ ഇവിടെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300ൻ്റെ പകുതിയായ 150 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ സി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് 300/2 ഈ പൊസിഷനിൽ വന്നിട്ട് 200/2. ഓക്കെ, അപ്പോൾ ഇവിടെ 100ഉം ഇവിടെ വന്നിട്ട് 150. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പോയിന്റ് സി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സിയിലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ട് സിയിലൂടെ ഒരു സെൻട്രോയിഡൽ ആക്സിസ് വരച്ചു, വൈ ആക്സിസിന് പാരലായിട്ട് സിയിലൂടെ മറ്റൊരു സെൻട്രോയിഡൽ ആക്സിസ് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ട് ഈ എൻറ്റയർ ക്രോസ് സെക്ഷൻ അല്ലേ, ഈ എൻറ്റയർ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 200 ആയിട്ട് വരും. എച്ച് എന്ന് പറയുന്നത്, റെക്ടാങ്കിളിൻ്റെ എച്ച് എന്ന് പറയുന്നത് 300 മില്ലിമീറ്റർ ആയിട്ട് വരും. ഓക്കെ, അപ്പം IXX എടുക്കുവാണ്, IXX. ഓക്കെ, IXX എടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബെൻഡിങ് നടക്കുന്നത് എബൌട്ട് ദി XX ആക്സിസ് ആണ്. അതുകൊണ്ടാണ് IXX എടുത്തത്. YY എടുക്കേണ്ട കാര്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ IXX മാത്രം എടുത്താൽ മതി. കാരണം നമ്മൾ ഈ ഒരു ബീമിനെ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബെൻഡ് ചെയ്യുന്നത് എബൌട്ട് ദി XX ആക്സിസ് ആണ്. ഇവിടെ ക്രോസ് സെക്ഷൻ വരുമ്പോഴത്തേക്കും ഏതാണ് XX ആക്സിസിന് പാരലായിട്ടാണ് ഇവിടെ എന്ത് കിടക്കുന്നത്? ബെൻഡിങ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ആക്സിസിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ IXX = BH3/12. ബിക്ക് പകരം 200, എച്ചിന് പകരം 300, അങ്ങനെ BH3/12 സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 45 × 10⁻⁷. യൂണിറ്റ്സ് എല്ലാം മില്ലിമീറ്റേഴ്സിൽ തന്നെ ഇടുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് mm/4 വരും. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. M/I = σ/y = E/r അല്ലേ. M/I = σ/y = E/r എന്ന് പറയുന്ന ബെൻഡിങ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൽ M/I = σ/y ആയിരിക്കും നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറിനെ കുറിച്ച് അധികം ഡേറ്റാസ് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് M/I = σ/y എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ I എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, ഐയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വേണ്ടത് ഇവിടുത്തെ എമ്മിൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ എന്താ ചെയ്തേ, നമ്മൾ ആ ബീമിൻ്റെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഫിഗർ ഒരു തവണയും കൂടെ എടുത്ത് വരച്ചു. AB എന്ന് പറയുന്നത് ടോട്ടൽ 4 മീറ്റേഴ്സ്. അപ്പം A to D എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് L വരുവാണ്. L = 4 മീറ്റേഴ്സ് ആണെങ്കിൽ A to D എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. അതായത് L/2 എന്ന് പറയുന്നത് 2 മീറ്റേഴ്സും D to B എന്ന് പറയുന്നതും L/2 = 2 മീറ്റേഴ്സ് ആയിട്ട് വരും. ഓക്കെ, പോയിന്റ് D ആണ് ഇതിലെ സെൻറ്റർ പൊസിഷൻ, മിഡ് സ്പാൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ഡിയിലാണ് നമ്മൾ ലോഡ് W കൊടുത്തിരിക്കുന്നത്. ലോഡ് Wൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 800 കിലോ ന്യൂട്ടൺസ്. ലോഡ് Wൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 800 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് റിയാക്ഷൻ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ചെയ്ത സമയത്തും ചെയ്തിട്ടുണ്ട്. σFE = 0 എടുക്കുക, പിന്നെ σMA = 0 അല്ലേ. അതായത് ഫോഴ്സ് ഇക്വിലിബ്രിയവും മൊമെൻറ്റ് ഇക്വിലിബ്രിയവും കൺസിഡർ ചെയ്യുകയാണ്. ടോട്ടൽ ഫോഴ്സസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ മസ്റ്റ് ബി ബാലൻസ്ഡ് ആൻഡ് ദി മൊമെൻറ്റ് അബൌട്ട് വൺ ഓഫ് ദി സപ്പോർട്ട്സ് അല്ലേ. ഇപ്പോൾ നമ്മൾ യൂഷ്വലി ലെഫ്റ്റ് സൈഡ് സപ്പോർട്ട് എടുത്തിട്ടാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ചെയ്ത പോലെ തന്നെ അതേ കണക്കിന് ഇവിടെയും സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ σFE = 0 എടുക്കുമ്പോഴത്തേക്കും RA +
ആർ ബി ഈക്വൽ ടു 800 കിലോ ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, സിഗ്മ എം എ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പോയിന്റ് എയിലെ മൊമെൻ്റാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇവിടുത്തെ W/2 ഇൻറ്റു എൽ അല്ലേ, W/2 ഇൻറ്റു എൽ ആണ്. അപ്പോൾ പോയിന്റ് എയിലെ മൊമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള ബീമിൻ്റെ പോർഷൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന രണ്ട് ലോഡുകളാണ്. ഒന്ന് ഇവിടുത്തെ ആർ ബി ഇൻറ്റു എല്ലും അല്ലെങ്കിൽ ആർ ബി ഇൻറ്റു എല്ലും, ആർ ബിയുടെ വാല്യൂ ഇപ്പോൾ അറിയത്തില്ല, ആർ ബി ഇൻറ്റു എല്ലും, പിന്നെ വരുന്നത് W ഇൻറ്റു L/2 അല്ലേ, ആർ ബി ഇൻറ്റു എല് പിന്നെ W ഇൻറ്റു L/2. ഓക്കെ, ആർ ബി എന്ന് പറയുന്നത് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ W എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന കൺവെൻഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ട് എടുത്തു, ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ട് എടുത്തു. തിരിച്ച് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ത്രൂ ഔട്ട് നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നവരെ ആ സൈൻ കൺവെൻഷൻ തന്നെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ, ഈക്വൽ ടു 0. ഓക്കെ, ഇതിൽ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആർ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ ബിയുടെ വാല്യൂ ഈക്വൽ ടു W/2 എന്ന് വരും. ആർ ബിയുടെ വാല്യൂ വന്നിട്ട് W/2. ഓക്കെ, ഡബ്ല്യൂയുടെ വാല്യൂ അറിയാം, ഡബ്ല്യൂയുടെ വാല്യൂ 800 ആണ്. അപ്പം W/2 എന്ന് പറയുന്നത് 400 കിലോ ന്യൂട്ടൺസ് എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ ആ ആർ ബിയുടെ വാല്യൂ എടുത്ത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആർ എ ഈക്വൽ ടു 800 മൈനസ് 400 എന്ന് വരും. അതും അപ്പോൾ എന്ത് തന്നെ കിട്ടും, 400 കിലോ ന്യൂട്ടൺ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസും സെയിം ആയിട്ട് വരും. രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസും W/2 ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇത് ബീമിൻ്റെ കൃത്യം നടുക്ക് ലോഡ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ബീമിൻ്റെ കൃത്യം സെൻറ്ററിലാണ് ലോഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ഡി. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ഡി. അപ്പോൾ പോയിന്റ് ഡി ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ, ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ദി മിഡ് സ്പാനിൽ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരച്ച് നോക്കുക. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ. നമ്മൾ കഴിഞ്ഞ പോർഷനിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരച്ചാൽ മതി. ഇവിടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. ഓക്കെ, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്കും ഈ രണ്ട് പൊസിഷനിൽ ഇവിടെ വന്നിട്ട് 0 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇവിടെയും 0 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ കൃത്യം നടുക്ക് പോയിന്റ് ഡിയുടെ ലൊക്കേഷനിൽ വന്നിട്ട് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് W. സോൾവ് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ പോർഷനിൽ ചെയ്ത പോലെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് WL/4 എന്ന് വരും. ഓക്കെ, പോയിന്റ് ഡിയിലെ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പോയിന്റ് ഡിയിൽ വെച്ചിട്ട് അല്ലേ, പോയിന്റ് ഡിയിൽ വെച്ചിട്ട് ഡിയുടെ റൈറ്റ് സൈഡ് മാത്രം ഒബ്സർവ് ചെയ്യാം. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടുള്ളത് ഒരു W/2 ആണ്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ്. അപ്പോൾ പോയിന്റ് ഡിയിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് W/2 ഇൻറ്റു L/2. ആ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കാണ് WL/4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് പോയിന്റ് ഡിയിലായിരിക്കും. ബാക്കിയുള്ള അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് എല്ലാം വാല്യൂസ് എന്താണ്, ഈ WL/4 കുറവാണ് അല്ലേ. അങ്ങോട്ട് പോകുന്നതിന് സെൻറ്ററിലേക്ക് പോകുന്നതിനനുസരിച്ച് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വാല്യൂ ഇവിടെ സെൻറ്ററിലാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സൈഡിൽ. ഓക്കെ, ശരി. അപ്പം Wmax ഈക്വൽ ടു Mmax ഈക്വൽ ടു ഏതാണ്, പോയിന്റ് ഡിയിലെ ബെൻഡിങ് മൊമെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് WL/4 എന്ന് കിട്ടും. ഓക്കെ, WL/4 സോൾവ് ചെയ്യുമ്പോൾ 800 ഇൻറ്റു ലെങ്ത് ഓഫ് ദി ബീം എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 800 കിലോ ന്യൂട്ടൺ മീറ്റർ. 800 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ സ്പെസിഫിക് ആയിട്ട് ഒരു സെക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് ഇയിലെ അല്ലേ, പോയിന്റ് ഇയുടെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ടാണ് പോയിന്റ് ഇ വരുന്നത് അല്ലേ. പിന്നെ പോയിന്റ് ഇയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ആ സെക്ഷൻ ഇയിൽ തന്നെ, സെക്ഷൻ ഇയുടെ ടോപ്പ് സർഫസിൽ നിന്ന് 60 മില്ലിമീറ്റർ താഴത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം പോയിന്റ് ഇയിലെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പോയിന്റ് ഇയിലെ മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഫിഗറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഓൾറെഡി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ പോയിന്റ് ഇ എന്ന് പറയുന്നത് ഇവിടെയായിട്ടാണ് പോയിന്റ് ഇ വരുന്നത്. ഓക്കെ, പോയിന്റ് ഇ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പോയിന്റ് ഇയിലെ മൊമെൻറ്റ് കിട്ടാൻ വേണ്ടി പോയിന്റ് ഇയിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യും അല്ലേ. പോയിന്റ് ഇയിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഇയുടെ റൈറ്റ് സൈഡ് നോക്കും. ഇയുടെ
റൈറ്റ് സൈഡിലോട്ടുള്ള ബീമിൻ്റെ പോർഷൻ ഒബ്സർവ് ചെയ്യും. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇയിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്തു. ബീമിൻ്റെ റൈറ്റ് സൈഡ് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും പോയിന്റ് ഡി വരുന്നുണ്ട്, അവിടെ ഒരു 800 കിലോ ന്യൂട്ടൺ. പോയിന്റ് ബി വരുന്നുണ്ട്, അവിടെ വന്നിട്ട് W/2 അല്ലെങ്കിൽ 400 കിലോ ന്യൂട്ടൺ ആണ് വരുന്നത്. അപ്പോൾ പോയിന്റ് ഇയിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആദ്യം W/2 ഇൻറ്റു ഈ ടോട്ടൽ ഡിസ്റ്റൻസ്, W/2 ഇൻറ്റു എത്രയാണ് വരുന്നത്, 3 മീറ്റേഴ്സ് വരും അല്ലേ. W/2 എന്ന് പറയുന്നത് ഇത് 400 കിലോ ന്യൂട്ടൺ ആണെന്ന് അറിയാം. അപ്പോൾ 400 ഇൻറ്റു പോയിന്റ് ഇ വരെയുള്ള ഡിസ്റ്റൻസ്, 400 മുതൽ പോയിന്റ് ഇ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റേഴ്സ്. അപ്പോൾ 400 ഇൻറ്റു 3 അതൊരു മൊമെൻറ്റ്. പിന്നെ 800 ഇൻറ്റു 1. ഓക്കെ, നമ്മുടെ കൺവെൻഷൻ അനുസരിച്ചാണെങ്കിൽ ഇവിടെ RB എന്ന് പറയുന്നത് സ്മൈലിംഗ് നേച്ചറാണ് വരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് മൊമെൻറ്റ് പോസിറ്റീവും സെക്കൻഡ് W എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവായിട്ടാണ് വരുന്നത് അല്ലേ. അതെങ്ങനെ, ഇവിടെ ഈ ലോഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ ലോഡിൻ്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ ബീം നേരെ മുകളിലേക്കാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുക്കുന്നത്. ഓക്കെ, സ്മൈലിംഗ് നേച്ചർ വരുവാണെങ്കിൽ പോസിറ്റീവായിട്ടും ക്രൈയിങ് നേച്ചർ വരുവാണെങ്കിൽ നെഗറ്റീവായിട്ടും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതപ്പോൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1200 മൈനസ് 800 400 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് വരും. 400 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. അപ്പം നമുക്ക് ആ സ്പെസിഫിക് ആയിട്ട് അത് ഓരോ ക്വസ്റ്റ്യൻ്റെ മാറി വരും. ഈ ഒരു ക്വസ്റ്റ്യന് സ്പെസിഫിക് ആയിട്ട് സെക്ഷൻ ഇയുടെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെക്ഷനിലുള്ള മൊമെൻ്റ് ആണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്, ബെൻഡിങ് മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബെൻഡിങ് ഇക്വേഷനാണ്. ഓക്കെ, ബെൻഡിങ് ഇക്വേഷൻ ഒരു തവണ എടുത്ത് എഴുതുക. ബെൻഡിങ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് M/I = σ/y = E/r. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ടത് സ്ട്രെസ്സിൻ്റെ വാല്യൂസാണ് അല്ലേ. നമുക്ക് വേണ്ടത് സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷനിലുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ σ = എന്തെന്ന് വരും, M/I = σ/y ആണ്. അതിൽ നിന്ന് σ = My/I എന്ന് വരും, My/I. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇയിലെ ബെൻഡിങ് സ്ട്രെസ് വേണം. പോയിന്റ് ഇ ആയതുകൊണ്ട് σ E = ME, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് പോയിന്റ് ഇ എടുക്കുക, ഇൻറ്റു Y / I. ഓക്കെ, അപ്പോൾ ഇവിടെ എമ്മിന് വരെ ME കൊടുത്ത് വൈക്ക് പകരം കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ഇയിൽ മുകളിലത്തെ ഫൈബറിൽ നിന്ന് 60 മില്ലിമീറ്റർ താഴത്തേക്കെന്നാണ്. ഓക്കെ, മുകളിലത്തെ ഫൈബറിൽ നിന്ന് 60 മില്ലിമീറ്റർ താഴത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ 300 ആണ്. അപ്പോൾ 300ൻ്റെ പകുതി എന്ന് പറയുന്നത് 150 വരും. ഓക്കെ, ഈ 150ൽ തന്നെ മുകളിൽ നിന്ന് 60 മില്ലിമീറ്റർ താഴത്തേക്കാണ് പോയിന്റ് ഇയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ 150ൽ നിന്ന് ഈ 60 അല്ലേ, 150 ഇവിടുത്തെ സി ടു ടോപ്പ് മോസ്റ്റ് ഫൈബർ 150 വരുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ നിന്ന് പോയിന്റ് ഇ വരെയുള്ള ഡിസ്റ്റൻസ് 60. ഓക്കെ, അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, 150 - 60 എന്നുള്ള വാല്യൂ കിട്ടും. അതാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കേണ്ടത്, Y ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദി സ്പെസിഫിക് ഫൈബർ ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ആ പ്രത്യേക ഫൈബർ വരെ ഏതാണോ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന ആ ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അല്ലാതെ ടോപ്പ് ഫൈബറിൽ നിന്നും ബോട്ടം ലെയറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ല മെഷർ ചെയ്യേണ്ടത്. സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ Y എന്ന് പറയുന്നത് ഏത് വരും, 90 മില്ലിമീറ്റേഴ്സ് എന്ന് വരും. 150 - 60 = 90 മില്ലിമീറ്റേഴ്സ്. ഓക്കെ, ഐയുടെ വാല്യൂയിൽ ചേഞ്ച് ഇല്ല. ഐയുടെ വാല്യൂ ഇപ്പോഴും എന്ത് തന്നെയാണ്, BH³/12 തന്നെയാണ്. ഐ എടുക്കേണ്ടത് IXX ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 400 × 10⁻⁶. ഓക്കെ, ഈ 400 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 400 × ന്യൂട്ടൺസിലേക്കാകുമ്പോൾ ഒരു 10⁻³ ആവും. ഈ മീറ്റർ മില്ലിമീറ്ററിലേക്കാകുമ്പോൾ വീണ്ടും ഒരു 10⁻³ ആവും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 10⁻⁶ ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ 400 × 10⁻⁶ ഇൻറ്റു 90, Y എന്ന് പറയുന്നത് ഓൾറെഡി മില്ലിമീറ്റേഴ്സിൽ തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 45 × 10⁻⁷. 45 × 10⁻⁷. ഓക്കെ, 45 × 10⁻⁷. ഐയുടെ വാല്യൂ നമ്മൾ തുടക്കമേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 45 × 10⁻⁷. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 80 Nm/mm² എന്ന് വരും. 80 Nm/mm². ഓക്കെ, 80 Nm/mm² നമുക്ക് 80 MPa എന്ന് എഴുതാം. മെഗാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻⁶, പാസ്കൽ എന്ന് പറയുന്നത് Nm/m². ഓക്കെ, അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് 80 Nm/mm² തന്നെ വരും. 1 MPa
ഈക്വൽ ടു 10 പവർ 6 പാസ്കൽ, ഓക്കെ, ഈക്വൽ ടു 10 പവർ 6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് ആക്കുമ്പോഴത്തേക്കും 10⁻³ വരും. മീറ്റർ സ്ക്വയറിനെ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് ആക്കുമ്പോൾ 10 പവർ 6 ഇവിടെ ഡിനോമിനേറ്ററിൽ വരും. ഡിനോമിനേറ്ററിലുള്ള 10 പവർ 6ഉം ന്യൂമറേറ്ററിലുള്ള 10 പവർ 6ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് ഈ 80 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് 80 മെഗാ പാസ്കൽ എന്നും എഴുതും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ബെൻഡിങ് സ്ട്രെസ് അറ്റ് പോയിന്റ് ഇ ആയിരുന്നു ചോദ്യം. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ വന്നിട്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കേഴ്സ് അറ്റ് സെക്ഷൻ ഡി. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കേഴ്സ് അറ്റ് സെക്ഷൻ ഡി എന്നുള്ളത് നമുക്ക് മനസ്സിലായത് ഈ ഒരു ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഏതാണ്, ബെൻഡിങ് സ്ട്രെസ് ഡയഗ്രത്തിൽ നിന്നാണ്. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നിന്നാണ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഏത് പോയിന്റിലാണ്, ഇവിടുത്തെ ഡിയിലാണെന്നുള്ളത് മനസ്സിലായത്. ഓക്കെ, ആ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്, WL/4. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്പം മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആ ബീമിൻ്റെ മൊത്തം ലെങ്ത്തിൽ എവിടെയാണ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വരുന്നതെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലത്തെ ഫൈബറിലൂടെ പോവുകയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് ലെയേഴ്സിലാണെങ്കിൽ എവിടെയാണ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ്, ബോട്ടം മോസ്റ്റ് ലെയറിലാണെങ്കിലും എവിടെയാണ് ബെൻഡിങ് സ്ട്രെസ് മാക്സിമം വരുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ് സിഗ്മയുടെ വാല്യൂ മാക്സിമം ആവുന്നെങ്കിൽ എമ്മിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നു. എമ്മിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് സെക്ഷൻ ഡിയിലാണ്. ഓക്കെ, അപ്പോൾ എമ്മിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, MD സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, MD എന്ന് പറയുന്നത് സെക്ഷൻ ഡിയിൽ ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ, വൈക്ക് പകരം സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ ഫൈബർ. ഓക്കെ, വൈക്ക് പകരം സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഏറ്റവും മുകളിലത്തെ ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് 200ഉം ഇത് വന്നിട്ട് 300ഉം ആണെന്ന് എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും മാക്സിമം സ്ട്രെസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും മുകളിലത്തെ ഫൈബറിലായിരിക്കും മാക്സിമം സ്ട്രെസ് വരുന്നത്, അല്ലേ? ഏറ്റവും മുകളിലത്തെയും ഏറ്റവും താഴത്തെയും ഫൈബേഴ്സിലായിരിക്കും മാക്സിമം സ്ട്രെസ് വരുന്നത്. ഓക്കെ, ഇവിടെയും ഇവിടെയും. ഓക്കെ, ഈ രണ്ട് സ്ട്രെസ്സിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോഴത്തേക്കും ബീം ബെൻഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് എൻഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇവിടെ ഒരു ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും ബീം ബെൻഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളിൽ വന്നിട്ട് കംപ്രഷനും താഴത്തെ ലെയറിൽ വന്നിട്ട് ടെൻഷനുമായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പം ഈ ക്രോസ് സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വയ്ക്കുകയാണെങ്കിൽ മുകളിൽ കംപ്രസീവും താഴത്തെ ലെയറിൽ വന്നിട്ട് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. ഓക്കെ, അപ്പം ആ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ദൂരത്തേക്ക് വരുന്നതിനനുസരിച്ച് ഈ സ്ട്രെസ് വാല്യൂസിൻ്റെ നേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അതായത് സിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ, സിയിൽ നിന്ന് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഈ വരച്ചിരിക്കുന്നത് സെക്ഷൻ ഡി ആണ്. ഓക്കെ, സെക്ഷൻ ഡിയും സെക്ഷൻ ഇയും എല്ലാം റെക്ടാങ്കുലർ സെക്ഷൻസ് തന്നെയാണ്, സെയിം ക്രോസ് സെക്ഷനാണ്. പക്ഷേ സെക്ഷൻ ഡിയും സെക്ഷൻ ഇയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സെക്ഷനിലെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ സെക്ഷൻ ഇയുടേതാണ് ചെയ്തത്, ഇപ്പം സെക്ഷൻ ഡിയുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സെക്ഷൻ ഡിയിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഓക്കെ, അത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ആണെന്നുള്ളത് മനസ്സിലായത് ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചപ്പോഴാണ്. ഇവിടെ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ സിഗ്മ ഡി അറ്റ് ദി ടോപ്പ് ലെയർ വേണമെന്നുണ്ടെങ്കിൽ MD. ഓക്കെ, ഈ സെക്ഷൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. പിന്നെ വൈ ടോപ്പ് എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസ് മുതൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫൈബർ വരെയുള്ളത്. സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫൈബർ, ആ ഒരു സെക്ഷനിൽ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വൈ ടോപ്പായിട്ട് മെൻഷൻ ചെയ്യുന്നത്, വൈ ടോപ്പ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 300 ആണെങ്കിൽ വൈ ടോപ്പ് എന്ന് പറയുന്നത് 150 വരും. വൈ ടോപ്പ് എന്ന് പറയുന്നത് 150. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വൈ ബോട്ടം എടുക്കുമ്പോഴും അതും എത്ര തന്നെ വരും, സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഏറ്റവും താഴത്തെ ഫൈബർ വരെയുള്ളതും അതും 150 തന്നെ വരും, 150 മില്ലിമീറ്റർ. ഓക്കെ, അപ്പം MD ഇൻറ്റു വൈ ടോപ്പ് ബൈ I, MDയുടെ വാല്യൂ പറയും 800 ഇൻറ്റു 10⁻6, വൈ ടോപ്പ് എന്ന് പറയുന്നത് 150, I എന്ന് പറയുന്നത് 45 ഇൻറ്റു 10⁻7. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 266.6
ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഈ മുകളിലത്തെ ഫൈബറിൽ എന്താണെന്ന് ഓർക്കുക, കംപ്രഷൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ബോട്ടം ഫൈബർ. അപ്പോൾ ഇത് വന്നിട്ട് ടോപ്പ് ഫൈബർ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ബോട്ടം ഫൈബർ. ബോട്ടം ഫൈബർ കൺസിഡർ ചെയ്യുമ്പോഴും കാൽക്കുലേഷൻ ഇതേ കണക്ക് തന്നെയാണ്. പക്ഷേ MT/Y ബോട്ടം കൊടുക്കണം. സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ബോട്ടം ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ 800 × 10⁶ × 150 ദ ഹോൾ ഡിവൈഡഡ് ബൈ 45 × 10⁻⁷. ഓക്കെ, അപ്പോൾ രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ Y ടോപ്പ് എന്ന് കൊടുത്ത് ഇവിടെ Y ബോട്ടം എന്ന് കൊടുത്ത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ Y ടോപ്പും Y ബോട്ടവും സെയിം ആയിട്ട് വന്നു. അതുകൊണ്ട് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആൻസറും സെയിം തന്നെയായിരിക്കും. പിന്നെ ഇതിന് ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കംപ്രസീവ് സ്ട്രെസ്സാണ്. ഓക്കെ, മുകളിലത്തെ ഫൈബറിൽ കംപ്രസീവ് സ്ട്രെസ്സും താഴത്തെ ഫൈബറിൽ ടെൻസൈൽ സ്ട്രെസ്സുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും കൂടെ വരച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ എന്താണ്, ഒരു റെക്ടാങ്കുലർ സെക്ഷനാണ് അല്ലേ. നമ്മുടെ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സെക്ഷനാണ്. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 മില്ലിമീറ്ററും ഡെപ്ത് എന്ന് പറയുന്നത് 300 മില്ലിമീറ്ററുമാണ്. ഓക്കെ, സെൻട്രോയിഡിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചായിരുന്നു. സെൻട്രോയിഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ ഇവിടെയായിട്ട് ഇതിൻ്റെ പകുതി 100 മില്ലിമീറ്റേഴ്സും പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് 150 മില്ലിമീറ്റേഴ്സ്. ആ ഒരു പൊസിഷനിലായിട്ടാണ് സെൻട്രോയിഡ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ ഫൈബറിലും ഏറ്റവും ടോപ്പ് ഫൈബറിലും ബോട്ടം ഫൈബറിലും വന്നിട്ട് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. പിന്നെ ന്യൂട്രൽ ആക്സിസ്, ഓക്കെ, ന്യൂട്രൽ ആക്സിസിൽ വന്നിട്ട് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഈ സെൻട്രോയിഡൽ ആക്സിസിൽ വന്നിട്ട് ടെൻഷനോ കംപ്രഷനോ രണ്ട് നേച്ചറും കാണത്തില്ല. 0 ആയിരിക്കും ഇവിടുത്തെ സ്ട്രെസ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വേണം ഈ ക്രോസ് സെക്ഷനെ ബേസ് ചെയ്തിട്ട് വേണം ഇവിടുത്തെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാനായിട്ട്. ഓക്കെ, ക്രോസ് സെക്ഷനെ ബേസ് ചെയ്തിട്ട് ഇവിടുന്ന് റെഫറൻസ് എടുത്തു. ഇവിടുത്തെ ടോപ്പ് ഫൈബറിനെ ബേസ് ചെയ്തിട്ട് ഇവിടത്തേക്ക് റെഫറൻസ് എടുത്തു. ഇവിടെ ബോട്ടം ഫൈബറിൽ നിന്നും നമ്മളിവിടെ എന്താണ് റെഫറൻസ് എടുത്തു. റെഫറൻസ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് അല്പം മാറിയിട്ട് എന്താണ് ഇവിടെ നിന്ന് റെഫറൻസ് ലൈനുകൾ വരച്ചു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ഇവിടെയായിട്ട് സ്യൂട്ടബിൾ പൊസിഷനിലായിട്ട് ഒരു വെർട്ടിക്കൽ വരയ്ക്കുക. ഓക്കെ, ഇനി ഈ സെൻട്രൽ പൊസിഷനിൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സെൻട്രൽ പൊസിഷനിൽ വന്നിട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഓരോ ലേയേഴ്സും താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ് ഇവിടെ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കുക. ഓക്കെ, റൈറ്റിലേക്ക് വരച്ച് ഏറ്റവും മാക്സിമം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ലെയറിലായിരിക്കും. അപ്പോൾ ഇതായിരിക്കും മാക്സിമം ടെൻസൈൽ സ്ട്രെസ്. മാക്സിമം ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, മാക്സിമം ടെൻസൈൽ സ്ട്രെസ്. ശരി, ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്താണ് ഈ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ അവിടെ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും വരുന്നത്. കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ മുകളിലോട്ടുള്ള ഓരോ ലെയേഴ്സിലും കയറുന്നതിനനുസരിച്ച് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഏറ്റവും പുറമേ നിൽക്കുന്ന ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും പുറമേ നിൽക്കുന്ന ഈ ഒരു ലെയറിലായിരിക്കും മാക്സിമം കംപ്രസീവ് സ്ട്രെസ് വരുന്നത്. മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ആ സെൻറ്ററിലുള്ള സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരച്ചിരിക്കുന്നത് ഫോർ സെക്ഷൻ ഡി ആണ്. ഫോർ സെക്ഷൻ ഡി ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതേ കണക്ക് തന്നെ നമുക്ക് അവിടുത്തെ സെക്ഷൻ ഇയിൽ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, സെക്ഷൻ ഇയിലാകുമ്പോഴത്തേക്കും ഇതിൻ്റെ പാറ്റേൺ ഇതേ കണക്കായിരിക്കും. പക്ഷേ ഇവിടുത്തെ വാല്യൂസ് എന്ന് പറയുന്നത് ഡിഫറൻസ് വരും. ഓക്കെ, ഇവിടെ ഇപ്പം മാക്സിമം ടെൻസൈൽ സ്ട്രെസ് 266 ഉണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ചിലപ്പോൾ 150യോ മറ്റേ കാണത്തുള്ളൂ. രണ്ടിടത്തുമായിട്ട് ആ ഒരു ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ വരും. അപ്പോൾ ഓരോ സെക്ഷനും ഇതേ കണക്ക് വരയ്ക്കാൻ പറ്റും. ഇതിപ്പം ഫോർ സെക്ഷൻ ഡി ആണ് വരച്ചിരിക്കുന്നത്. സെക്ഷൻ ഹാവിങ് സെക്ഷൻ ഡിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ ഹാവിങ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഉള്ള സെക്ഷനാണ് സെക്ഷൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേണമെങ്കിൽ കാൻറ്റിലിവറിലും ചോദിക്കാം. അപ്പോൾ അത് ഓർക്കുക. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോഴത്തേക്കും നമ്മൾ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ടോപ്പ് ഫൈബറിൽ കംപ്രഷനും ബോട്ടം ഫൈബറിൽ ടെൻഷൻ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോഴത്തേക്കും നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ ഫൈബറിൽ ഓക്കെ, ഇവിടെ ഒരു ലോഡ് വരുവാണെങ്കിൽ ഇവിടെ മുകളിലത്തെ ലെയറിൽ വന്നിട്ട് കംപ്രഷനും താഴത്തെ ലെയറിൽ വന്നിട്ട് ടെൻഷനുമായിരിക്കും. താഴത്തെ ലെയറിൽ ടെൻഷനുമായിരിക്കും.
ഓക്കെ, ഇതേ സംഭവം തന്നെ നമ്മളൊരു ക്യാൻറ്റിലിവറിലാണ് ചെയ്തതെങ്കിൽ നമ്മൾ ക്യാൻറ്റിലിവർ ബീമിനെ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലത്തെ ഫൈബേഴ്സിൽ വന്നിട്ട് അല്ലേ ലെങ്ത്ത് കൂടുവാണ്, അതായത് അവിടെ ടെൻഷനും ഓക്കെ, താഴത്തെ ഫൈബറിൽ വന്നിട്ട് കംപ്രഷനും ആയിരിക്കും വരുന്നത്. താഴത്തെ ഫൈബേഴ്സിൽ വന്നിട്ട് കംപ്രഷനും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സിംപ്ലി സപ്പോർട്ടഡും ക്യാൻറ്റിലിവർ ബീമും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ഐ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓക്കെ, ഐ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്കും നമ്മളിപ്പം ഇത് വന്നിട്ട് നമ്മുടെ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് എടുത്തത്. ഓക്കെ, ഐ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഈ ഷേപ്പ് മാറിയിട്ട് ഒരു ഐ ക്രോസ് സെക്ഷൻ ആയിരിക്കും വരുന്നത്. ഐ ഷേപ്പ് പോലെയായിരിക്കും ബീമിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഐ ഷേപ്പിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പിന്നെ ടി ഷേപ്പിലെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, അപ്പം ഐ ഷേപ്പ് അല്ലെങ്കിൽ ഐ സെക്ഷൻസ് വരുമ്പോഴത്തേക്കും ക്രോസ് സെക്ഷൻ ഓഫ് ദി ബീം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് മാറിയിട്ട് ഐ സെക്ഷനിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും ഐ സെക്ഷൻ. പിന്നെ ടി സെക്ഷൻ ആണെങ്കിൽ ഈ ടി ഷേപ്പിലായിരിക്കും ക്രോസ് സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അധികം ചെയ്യാനായിട്ട് വരും. ടി സെക്ഷൻ. ഓക്കെ, ടി സെക്ഷൻ. ശരി, അപ്പോൾ ഇതിൽ സിംപ്ലി സപ്പോർട്ടഡും ചോദിക്കാം, ക്യാൻറ്റിലിവർ ബീംസും ചോദിക്കാറുണ്ട്. ബെൻഡിങ് സ്ട്രെസ്സിൽ നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലത്തിൽ given a simply supported beam loaded with UDL over the whole span as shown in figure. ഓക്കെ, അപ്പോൾ ഫിഗറിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് തന്നിരിക്കുന്നത്, രണ്ട് എൻഡിലും സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 8 മീറ്റേഴ്സ്, ലെഫ്റ്റ് എൻഡ് സപ്പോർട്ട് എയും റൈറ്റ് എൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ബിയുമാണ്. ഓക്കെ, ബീമിൻ്റെ എൻറ്റയർ ലെങ്ത്തിലൂടെ നമ്മളൊരു UDL. ഓക്കെ, അപ്പം ഇവിടുത്തെ ഈ ലെങ്ത് ഓഫ് ദി ബീമിനെയാണ് നമ്മൾ സ്പാൻ എന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്പാൻ ലെങ്ത് ത്രൂ ഔട്ട് ദി സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു UDLനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. UDLൻ്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ UDLൻ്റെ വാല്യൂ വന്നിട്ട് W പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് UDLൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇഫ് ദി മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ ടെൻഷൻ ഈക്വൽ ടു 30 MN per meter square. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് 30 MN per meter square, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ കംപ്രഷൻ എന്ന് പറയുന്നത് 40 MN per meter square ആണ്. ഓക്കെ, ഓൾസോ കാൽക്കുലേറ്റ് ആൻഡ് പ്ലോട്ട് ദി ആക്ച്വൽ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടെ പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ദി ലെങ്ത് UDL പ്ലേസ് ചെയ്തിട്ടുണ്ട്. UDLൻ്റെ വാല്യൂ അറിയത്തില്ല. ബീമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഐ സെക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഐ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഐ സെക്ഷൻ്റെ ലെഫ്റ്റ് എൻഡും ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് എൻഡിലും ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ലെങ്ത്താണ് 8 മീറ്റേഴ്സ്. ടോട്ടൽ ബീമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 മീറ്റേഴ്സ്. ഈ ബീമിൻ്റെ ഓവർ ദി ബീം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ത്രൂ ഔട്ട് ദി ലെങ്ത് W പെർ ലെങ്ത്തിൻ്റെ UDL അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് UDL ഇഫ് ദി മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ ടെൻഷൻ. ഓക്കെ, അപ്പം ഒരു UDLൻ്റെ കേസിൽ UDL വന്നിട്ട് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ UDL പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ബീം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമായിരിക്കും. ഓക്കെ, രണ്ട് എൻഡിലുമാണ് നമ്മൾ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് എൻഡിലെ സപ്പോർട്ടിൽ വന്നിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് RA, റൈറ്റ് എൻഡിലെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് RB. ഓക്കെ, ത്രൂ ഔട്ട് ദി ബീം UDL പ്ലേസ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ബീം ഒരു UDLും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പം ഈ ബീമിൻ്റെ മുകളിൽ ഈ പറഞ്ഞ രീതിയിൽ ലോഡ് W പെർ ലെങ്ത്തിൻ്റെ UDL വന്നു കഴിയുമ്പോഴത്തേക്കും ബീം എന്ന് പറയുന്നത് ബെൻഡ് ചെയ്ത് പുതിയൊരു പൊസിഷനിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇത് ബെൻഡ് ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ കർവ് ചെയ്ത് നേരെ താഴത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു കർവ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മുകളിലൊരു ലെയറും നമുക്ക് കൺസിഡർ ചെയ്യാം, ഏറ്റവും ടോപ്പ് മോസ്റ്റിലുള്ള ഒരു ലെയറും കൺസിഡർ ചെയ്യാം.
ഓക്കെ, ഏറ്റവും ബോട്ടം മോസ്റ്റിൽ നിൽക്കുന്ന ഒരു ലെയറും കൺസിഡർ ചെയ്യാം. ഏറ്റവും ബോട്ടം മോസ്റ്റ് ലെയറിൽ ഏറ്റവും ബോട്ടം മോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലെയറും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ലെയേഴ്സ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോപ്പ് ലെയറിൽ, ഇവിടുത്തെ ടോപ്പ് ലെയറിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. കംപ്രസീവ് സ്ട്രെസ് ടോപ്പ് ലെയറിൽ ഡെവലപ്പ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെസ്സും. ഓക്കെ, അതുപോലെ തന്നെ ആ ഡിഫോംഡ് പൊസിഷനിൽ ബോട്ടം ലെയറിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്സുമായിരിക്കും. കാരണം ബോട്ടം ലെയറിൽ വരുമ്പോഴത്തേക്കും അവിടെ എലോങ്ങേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, ടോപ്പ് ലെയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് കംപ്രഷൻ എഫക്ട്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെയറിൽ കംപ്രസീവ് സ്ട്രെസ്സും ബോട്ടം ലെയറിൽ വന്നിട്ട് ടെൻസൈൽ സ്ട്രെസ്സും. ഓക്കെ, അപ്പോൾ ഇതിൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സിൻ ടെൻഷൻ എന്ന് പറയുന്നത് 30 MN/m². അതായത് താഴത്തെ ഫൈബറിൽ, ഏറ്റവും ബോട്ടമോസ്റ്റ് ഫൈബറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷനാണ് 30 MN/m². ഏറ്റവും മുകളിലത്തെ ഫൈബറിൽ ഡെവലപ്പ് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45 MN/m². അവിടെ ആയിരിക്കും എക്സ്ട്രീം ഫൈബേഴ്സിലായിരിക്കും എപ്പോഴും സ്ട്രെസ്സിൻ്റെ വാല്യൂ, ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വരും. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് കംപ്രസീവ് സ്ട്രെസ് ഏറ്റവും മുകളിലത്തെ ലെയറിലും മാക്സിമം വാല്യൂ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ഏറ്റവും താഴത്തെ ലെയറിലും ആയിരിക്കും. കണ്ടീഷൻ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിലാണ് ഇങ്ങനെ വരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, ഇനി നമ്മൾ ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഐ സെക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ബീമിൻ്റെ ക്രോസ് സെക്ഷൻ വന്നിട്ട് ഒരു ഐ ഷേപ്പിലുള്ള ഒരു സെക്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഐ സെക്ഷൻ്റെ ഡയമെൻഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഐ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈ മുകളിലത്തെ പോർഷൻ, അതിനെ ഞാൻ സെക്ഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ടോപ്പ് ഫ്ലാഞ്ച് എന്നായിരിക്കും മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ടോപ്പ് ഫ്ലാഞ്ച്, അതായത് ടോപ്പിൽ ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന ഈ യൂണിറ്റിനെ ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം പോർഷനിൽ വരുന്നതെന്ന് പറയുന്നത് ബോട്ടം ഫ്ലാഞ്ച്. ടോപ്പ് ഫ്ലാഞ്ചുമുണ്ട്, ബോട്ടം ഫ്ലാഞ്ചും വരുന്നുണ്ട്. ഓക്കെ, ഈ ടോപ്പ് ഫ്ലാഞ്ചിനെയും ബോട്ടം ഫ്ലാഞ്ചിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടിരിക്കുന്ന ഈ സെക്കൻഡ് വെർട്ടിക്കൽ സെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെബ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ടോപ്പ് ഫ്ലാഞ്ച് ഫസ്റ്റ് യൂണിറ്റായിട്ട്, വെബ് എന്ന് പറയുന്നത് സെക്കൻഡ്, തേർഡ് യൂണിറ്റായിട്ട് നമ്മളിവിടുത്തെ ബോട്ടം ഫ്ലാഞ്ചിനെ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ബെൻഡിങ് സ്ട്രെസ്സുകളെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ബെൻഡിങ് ഇക്വേഷൻ പറയുന്നത് M/I = σ/y = E/r. M/I = σ/y = E/r. ഓക്കെ, അതിൽ നമ്മളിപ്പം ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് M/I = σ/y എന്നുള്ള പോർഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് റേഡിയസ് ഓഫ് കർവേച്ചറിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ആ പാർട്ടങ്ങ് മാറ്റിയതിന് ശേഷം M/I = σ/y വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കണ്ടുപിടിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, കംപ്രസീവ് സ്ട്രെസ്സിലാണെങ്കിലും മാക്സിമം വാല്യൂ ഓഫ് കംപ്രസീവ് സ്ട്രെസ് തന്നിട്ടുണ്ട്. ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ കേസിലാണെങ്കിലും മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വൈയുടെ വാല്യൂ ആണ്. ഓക്കെ, വൈ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫൈബറാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഫൈബർ വരെ അല്ലെങ്കിൽ ആ ഒരു ലെയർ വരെ, ഓക്കെ, ആ ഒരു ലെയർ വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ സെക്ഷനെ നമ്മൾ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഇത് വന്നിട്ട് എക്സും ഇത് വന്നിട്ട് വൈ ആക്സിസുമായിട്ട് മെൻഷൻ ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഓരോ സെക്ഷൻസിനും അതിൻ്റേതായിട്ടുള്ള ഒരു സെൻട്രോയിഡ് ഉണ്ടായിരിക്കും. അപ്പം സെക്ഷൻ 1 നോക്കുവാണെങ്കിൽ സെക്ഷൻ 1 എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അപ്പോൾ അതിനൊരു സെൻട്രോയിഡ് കാണും, അതിനൊരു സെൻട്രോയിഡൽ ആക്സിസ് നമുക്ക് വരയ്ക്കാൻ പറ്റും പാരലൽ ടു എക്സ്. ഓക്കെ, ആകെ മൊത്തം 2 സെൻട്രോയിഡൽ ആക്സിസുകളാണ് ഈ ഒരു പ്ലെയിൻ സർഫസ് സെക്ഷൻ 1 വരുന്നത്. അപ്പോൾ അതിൽ ആ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തത് C1. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏതാണ് ഇവിടുത്തെ ബോട്ടം ഫ്ലാഞ്ചിനും ഒരു സെൻട്രോയിഡ് കാണും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ പകുതിയിലായിരിക്കും സെൻട്രോയിഡ് വരുന്നത്. അത് വന്നിട്ട് C3 ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് പാരലൽ ടു XX ആക്സിസ് നോക്കുവാണെങ്കിൽ അത് വന്നിട്ട് ഈ ഒരു രീതിയിലും വരും. ഓക്കെ, പിന്നെ ഈ നടുക്ക് നിൽക്കുന്ന വെബിനും
ഒരു സെൻട്രോയിഡ് കാണും. അവിടുത്തെ സെൻട്രോയിഡൽ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ആ ഒരു കേസിൽ സെൻട്രോയിഡൽ ആക്സിസ് വന്നിട്ട് ഏകദേശം ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും അവിടുത്തെ സെൻട്രോയിഡൽ ആക്സിസ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ സെൻട്രോയിഡുകളും ലൊക്കേറ്റ് ചെയ്യുക, സെൻട്രോയിഡൽ ആക്സിസുകൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ എൻറ്റയർ യൂണിറ്റിൻ്റെ ഒരു സെൻട്രോയിഡ് കാണും. ഈ എൻറ്റയർ ഐ സെക്ഷന് ഒരു സിംഗിൾ സെൻട്രോയിഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതിലിപ്പം ഓരോ സെക്ഷൻസിനും ഓരോ സെൻട്രോയിഡാണ്. ടോപ്പ് സെക്ഷൻ, ടോപ്പ് ഫ്ലാഞ്ചിന് C1 എന്ന് പറയുന്ന സെൻട്രോയിഡ്, വെബിന് C2 എന്ന് പറയുന്ന സെൻട്രോയിഡ്, ബോട്ടം ഫ്ലാഞ്ചിന് C3 എന്ന് പറയുന്ന സെൻട്രോയിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റയർ യൂണിറ്റിന് ഈ ഐ സെക്ഷൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സെൻട്രോയിഡ് ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ആ സെൻട്രോയിഡിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെൻട്രോയിഡൽ ആക്സിസ് കാണും. ആ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ എന്ന് പറയുന്നത്. ആ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഐയുടെ കാൽക്കുലേഷനായിട്ടാണ് മെയിൻ പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഐയുടെ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഈ ഐ സെക്ഷൻ നേരെ മനസ്സിലാക്കുക. അപ്പം ഇത് ഐ സെക്ഷൻ വരച്ചിട്ടുണ്ട്. ഐ സെക്ഷനിൽ ബോട്ടം ഫ്ലാഞ്ച്, ടോപ്പ് ഫ്ലാഞ്ച്, ഈ ഒരു പോർഷനാണ് ഇവിടുത്തെ ടോപ്പ് ഫ്ലാഞ്ച് ആയിട്ട് വരുന്നത്. ഇത് ബോട്ടം ഫ്ലാഞ്ച്, ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വെബ്. ടോപ്പ് ഫ്ലാഞ്ചിന് 1 എന്ന് കൊടുത്തു, ബോട്ടം ഫ്ലാഞ്ചിന് 3 എന്ന് കൊടുത്തു. ഈ നടുക്കുള്ള വെബിൻ്റെ പോർഷനെ 2 എന്ന് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇതിൻ്റെ ഡയമെൻഷൻസ് ഉൾപ്പെടെയാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഇത് എക്സ് ആക്സിസ്, ഇത് വന്നിട്ട് വൈ ആക്സിസ്. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. കാൽക്കുലേറ്റ് ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെക്ഷൻ എബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ ആ മൊത്തം ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് ബോട്ടം ഫ്ലാഞ്ചിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എന്താണ് ഐ വെബ് പ്ലസ് ഐ ടോപ്പ് ഫ്ലാഞ്ച്. ഓക്കെ, അപ്പോൾ ഐ എക്സ് എക്സ് കിട്ടുന്നെങ്കിൽ ഈ 3 മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ദി എൻറ്റയർ ഐ സെക്ഷൻ. എൻറ്റയർ ഐ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ബോട്ടം ഫ്ലാഞ്ച്, വെബ് ആൻഡ് ടോപ്പ് ഫ്ലാഞ്ച്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എളുപ്പ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടാബുലാർ കോളം സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇതുപോലത്തെ ഐ സെക്ഷൻസും ടി സെക്ഷൻസും എല്ലാം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഈ കാണുന്നത് പോലെ ഒരു ടാബുലാർ കോളം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാം. അപ്പോൾ ഇതിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേഷന് വേണ്ടി നമ്മളിവിടെ ടോട്ടൽ 6 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ വന്നിട്ട് ഏതാണ് കമ്പോണൻ്റ് എന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ 3 കമ്പോണൻസ് ആണ് വരുന്നത്. ഒരെണ്ണം ടോപ്പ് ഫ്ലാഞ്ച്, പിന്നെ വന്നിട്ട് വെബ്, അതിനുശേഷം ബോട്ടം ഫ്ലാഞ്ച്. ഓക്കെ, പിന്നെ ഓരോ സെക്ഷൻസിൻ്റെയും ഏരിയ, ഓരോ സെക്ഷൻസിൻ്റെയും ഏരിയ എത്രത്തോളം വരും എന്നുള്ളതാണ് സെക്കൻഡ് കോളത്തിൽ വരുന്നത്. ഓക്കെ, ഓരോ സെക്ഷൻസിൻ്റെയും ഏരിയ എത്രയായിട്ടാണ് വരുന്നത്. അതിനുശേഷം സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ദി ബോട്ടം എഡ്ജ്, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ദി ബോട്ടം എഡ്ജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ ഇവിടെ 3 സെക്ഷൻസ് ആണ് വരുന്നത്. ടോപ്പ് ഫ്ലാഞ്ച്, വെബ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ച്. അതിന് ആ ഓർഡറിൽ തന്നെ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്തു. ഓക്കെ, പിന്നെ സെക്കൻഡ് കോളത്തിൽ വന്നിട്ട് ഏരിയ, അതായത് ഇവിടുത്തെ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ലെങ്ത്ത് ഇൻറ്റു ഇവിടുത്തെ ബ്രെഡ്ത്ത്. ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ലെങ്ത്ത് ഇൻറ്റു അവിടുത്തെ ബ്രെഡ്ത്ത്. വെബിൻ്റെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഫസ്റ്റ് ഡയമെൻഷൻ ഇൻറ്റു സെക്കൻഡ് ഡയമെൻഷൻ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിൽ ഓരോ സെക്ഷൻസിൻ്റെയും ഏരിയ പറയും. നെക്സ്റ്റ് വരുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ദി ബോട്ടം എഡ്ജ്. ഓക്കെ, ബോട്ടം എഡ്ജിൽ നിന്ന്, ബോട്ടം എഡ്ജ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ എൻറ്റയർ ഐ സെക്ഷന് റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, അപ്പം ഈ എക്സ് ആക്സിസിൽ നിന്ന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ദൂരം, എക്സ് ആക്സിസിൽ നിന്ന് ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ദൂരം, അതുപോലെ തന്നെ ഈ എക്സ് ആക്സിസിൽ നിന്ന് നടുക്കുള്ള വെബിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, ബോട്ടം ഫ്ലാഞ്ചിൽ നിന്ന് താഴെയുള്ള താഴെയുള്ള റെഫറൻസ് ഫ്രെയിമിൽ നിന്ന് ഈ പറയുന്ന ബോട്ടം ഫ്ലാഞ്ചിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഈ 3 ഡിസ്റ്റൻസുകളുമാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ 3 ഡിസ്റ്റൻസുകളുമാണ് നമ്മളിവിടെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ബോട്ടം എഡ്ജ് എന്നുള്ള രീതിയിൽ YI ആയിട്ട് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് കോളംസിൻ്റെ പ്രോഡക്റ്റ്, അത് കഴിഞ്ഞ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഈച്ച് ഓഫ് ദി സെക്ഷൻസ്. ഓക്കെ, ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്ര, ബോട്ടം ഫ്ലാഞ്ചിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്ര, പിന്നെ ഈ വെബിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ എത്ര. ഓക്കെ, അതിനുശേഷം പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് എൻറ്റയർ ഐ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്.
ഓക്കെ, ശരി. അപ്പോൾ ഇത് ടാബ്ലേറ്റ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ടോപ്പ് ഫ്ലാഞ്ച് എഴുതി. ടോപ്പ് ഫ്ലാഞ്ചിന് ശേഷം ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആ ഫിഗറിൽ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ഫിഗറിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പ് ഫ്ലാഞ്ച് മെൻഷൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഏറ്റവും നമ്മുടെ താഴത്തെ റെഫറൻസ് അത് വന്നിട്ട് ബോട്ടം എഡ്ജ് എന്ന് വിളിക്കാം. ബോട്ടം എഡ്ജ്. ഓക്കെ, അതിനുശേഷം മുകളിലായിട്ടാണ് ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ യൂണിറ്റ് വരുന്നത് അല്ലേ, ഇത്രയും ഡിസ്റ്റൻസ് മുകളിലായിട്ട്. ശരി, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടം എഡ്ജ് മുതൽ ഈ ടോപ്പ് ഫ്ലാഞ്ചിന് ഒരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട്. ഓക്കെ, ടോപ്പ് ഫ്ലാഞ്ചിന് ഒരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട്. അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് C1 ആണ്. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y1 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പം ഈ ബോട്ടം എഡ്ജ് മുതൽ ഇതിൻ്റെ ഈ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ഒരു ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പം 50 പ്ലസ് 120 പ്ലസ് ഈ 30യുടെ പകുതിയും കൂടെ എടുക്കണം. 30യുടെ പകുതി എന്ന് പറയുന്നത് 15 അല്ലേ. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോട്ടം എഡ്ജ് ആൻഡ് സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ടോപ്പ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്, മുകളിലത്തെ ഫ്ലാഞ്ചിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 50 പ്ലസ് 120 പ്ലസ് 30/2. ഓക്കെ, അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് Y1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടുത്തെ വെബിൻ്റെ അല്ലേ, വെബിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, നടുക്ക് വരുന്നതാണ് വെബിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെബിനും എന്തുണ്ട്, വെബ് എന്ന് പറയുന്നത് ഞാൻ 2 ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ അതിനും ഒരു സെൻട്രോയിഡ് ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പം അവിടുത്തെ ഡിസ്റ്റൻസ് ബോട്ടം എഡ്ജിൽ നിന്ന് അവിടുത്തെ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് Y2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ Y2 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ബോട്ടം എഡ്ജ് മുതൽ ഇവിടുത്തെ വെബിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, വെബിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 പ്ലസ് ഈ 120/2 അല്ലേ. 50 പ്ലസ് 120/2 എന്ന് പറയുന്നത് 60 വരും. 50 പ്ലസ് 60 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് 110 മില്ലിമീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ Y1 Y2 അതുപോലെ തന്നെ നമുക്ക് Y3യും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ടോപ്പ് ഫ്ലാഞ്ച് വെബ് ബോട്ടം ഫ്ലാഞ്ച് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് നോക്കിയെടുക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സും വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം A1 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് ഏരിയ ഓഫ് ദി ടോപ്പ് ഫ്ലാഞ്ച്. ഏരിയ ഓഫ് ദി ടോപ്പ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്റ്റൻസ് വന്നിട്ട് 100 ആണ്. ഓക്കെ, അപ്പം 100 ഇൻറ്റു ഇവിടുത്തെ എന്ന് പറയുന്നത് 30. ഓക്കെ, അപ്പോൾ A1 100 ഇൻറ്റു 30. A2 എന്ന് പറയുന്നത് ഇവിടുത്തെ വിഡ്ത്ത് നോക്കുവാണെങ്കിൽ വിഡ്ത്ത് വന്നിട്ട് ഇവിടുത്തെ സെൻറ്ററിലെ വെബിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 മില്ലിമീറ്റേഴ്സ് ആണ്. അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, അപ്പം വെബിൻ്റെ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് വെബിൻ്റെ പോർഷൻ്റെ ഏരിയ ആകുമ്പോഴത്തേക്ക് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഏരിയയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 30 ഇൻറ്റു 120. പിന്നെ താഴത്തെ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ അതാണ് A1 A2 A3 ആയിട്ട് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം A1 പ്ലസ് A2 പ്ലസ് A3 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സിഗ്മ A കിട്ടും. സിഗ്മ A A1 പ്ലസ് A2 പ്ലസ് A3. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ബോട്ടം എഡ്ജ്. ഓക്കെ, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഫ്രം ബോട്ടം എഡ്ജ് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ബോട്ടം എഡ്ജിൽ നിന്ന് ഇവിടുത്തെ ഏറ്റവും മുകളിലത്തെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ദൂരമാണ് Y1 എന്ന് പറയുന്നത്. ബോട്ടം എഡ്ജിൽ നിന്ന് നടുക്കുള്ള വെബിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ദൂരമാണ് Y2 എന്ന് പറയുന്നത്. ബോട്ടം എഡ്ജിൽ നിന്ന് ഇവിടുത്തെ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ Y3 എന്ന് പറയുന്നത്. അപ്പോൾ Y3യുടെ കേസ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 50 ആണ് വരുന്നത്. വെബിൻ്റെ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ടോട്ടൽ 50 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുമ്പോഴത്തേക്കും 25 എന്ന് വരും. ഇതിൻ്റെ പകുതി എടുക്കുമ്പോൾ 25. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ Y1 Y2 ആൻഡ് Y3 കണ്ടുപിടിച്ചു. ഓക്കെ, അത് കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് ഫോർത്ത് കോളത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ AI YI വാല്യൂസാണ്. AI ഇൻറ്റു YI എന്ന വാല്യൂസാണ് നമ്മൾ ഫോർത്ത് കോളത്തിൽ എഴുതുന്നത്. അപ്പോൾ ഓൾറെഡി A1 Y1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ A1 ഇൻറ്റു Y1 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏതാ കിട്ടുന്നത് A1 ഇൻറ്റു Y1 എന്ന് പറയുന്നത് 3000 ഇൻറ്റു 185. സിംപ്ലിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് ചെയ്താലും മതി. 3000 ഇൻറ്റു 185. ഓക്കെ, സെക്കൻഡ് വൺ വന്നിട്ട് A2 ഇൻറ്റു Y2. A2 ഇൻറ്റു Y2 ചെയ്യുമ്പോഴത്തേക്കും 3600 ഇൻറ്റു 110. അടുത്തത് A3 ഇൻറ്റു Y3 ചെയ്യുമ്പോഴത്തേക്കും 6000 ഇൻറ്റു 25 എന്ന് വരും. 6000 ഇൻറ്റു 25. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എൻറ്റയർ ഐ സെക്ഷന് ഒരു സെൻട്രോയിഡൽ ആക്സിസ് ആണ് അല്ലേ. ഈ ടോപ്പ് ഫ്ലാഞ്ചും ബോട്ടം ഫ്ലാഞ്ചും ഈ പറയുന്ന ഏതാണ് നമ്മുടെ വെബും കൂടെ കമ്പൈൻ ചെയ്ത് ആ ഒരു യൂണിറ്റിന് എന്ത് കാണും, ഒരു സെൻട്രോയിഡൽ ആക്സിസ് കാണും. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻട്രോയിഡൽ ആക്സിസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത്.
ഓക്കെ, ആ പൊസിഷൻ എന്ന് പറയുന്നത് ബോട്ടം ഫ്ലാഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ടം എഡ്ജിൽ നിന്ന് നമ്മൾ എടുക്കുവാണ് y ബാർ ഡിസ്റ്റൻസ് മുകളിലായിട്ടാണ്. ഇതാണ് എൻറ്റയർ ഈ കമ്പൈൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻറ്റയർ കമ്പൈൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് അവിടെ വരെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ശരി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇത് വന്നിട്ട് C2, ഓക്കെ, ഇത് വന്നിട്ട് C1, താഴത്ത് വന്നിട്ട് C3. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന എൻറ്റയർ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ പൊസിഷൻ ഫ്രം ദി ബോട്ടം എഡ്ജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ y ബാർ ഈക്വൽ ടു സിഗ്മ എ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എ. ഓക്കെ, അപ്പോൾ y ബാറിൻ്റെ പൊസിഷൻ കിട്ടാൻ വേണ്ടി സിഗ്മ എ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എ. ഓക്കെ, സിഗ്മ എ വൈ എന്ന് പറയുന്നത് A1 Y1 പ്ലസ് A2 Y2 പ്ലസ് A3 Y3. ഓക്കെ, ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. ഓക്കെ, അപ്പോൾ A1 Y1 A2 Y2 A3 Y3 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3. ഓക്കെ, അതിൽ A1 Y1 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ A2 Y2 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, A3 Y3 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർത്ത് കോളത്തിൽ 3 വാല്യൂസും തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ തേർഡ് ഏതാണ് സെക്കൻഡ് കോളത്തിൽ A1 പ്ലസ് A2 പ്ലസ് A3 അതുകൂടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സിഗ്മ എ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം സിഗ്മ എ വൈ ബൈ സിഗ്മ എ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് y ബാറിൻ്റെ വാല്യൂ കിട്ടും. y ബാറിൻ്റെ വാല്യൂ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 87.38 മില്ലിമീറ്റേഴ്സ് ആയിട്ടാണ് y ബാറിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. 87.38. അപ്പോൾ y ബാർ എന്ന് പറയുന്നത് ദി പൊസിഷൻ ഓഫ് ദി സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദി എൻറ്റയർ ഐ സെക്ഷൻ. ആ എൻറ്റയർ ഐ സെക്ഷന് ഒരു സിംഗിൾ സെൻട്രോയിഡായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബോട്ടം എഡ്ജിൽ നിന്ന് 87.38 മില്ലിമീറ്റേഴ്സ് മുകളിലായിട്ടായിരിക്കും വരുന്നത്. 87.38 മില്ലിമീറ്റേഴ്സ്. ഓക്കെ, ശരി. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോളത്തിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് ഈ ഫസ്റ്റ് ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ എന്ന് പറയുന്നത് BH³/12. BH³/12. ഓക്കെ, ഇവിടുത്തെ B എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്. ഓക്കെ, ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ളതാണ് ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ ബ്രെഡ്ത്ത്. ഓക്കെ, അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് H. ഓക്കെ, അപ്പം റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷനാണ് BH³/12 അല്ലേ. IXX കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് BH³/12. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് B1H1³ എന്ന് കൊടുക്കാം. സെക്കൻഡ് സെക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് B2, ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് B2. ഓക്കെ, ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H2 വരും. ഓക്കെ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് H2, അതായത് നമ്മുടെ ഇവിടുത്തെ 120 എന്ന് പറയുന്നത് H2 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എടുക്കുമ്പോഴത്തേക്കും C2ന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എടുക്കുമ്പോഴത്തേക്കും B2H2³/12 എന്ന് വരും. ഓക്കെ, C3ക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ B3, പിന്നെ ഇവിടെ H3. ഓക്കെ, അപ്പം B3H3³/12 B3H3³/12 എന്നുള്ള രീതിക്ക് കിട്ടും. ഓക്കെ, അപ്പം ഏറ്റവും മുകളിലത്തെ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ B1H1³/12 വേർ B1 = 100, H1 = 30. അപ്പം 100 × 30³/12. സെക്കൻഡ് കേസിൽ വരുമ്പോൾ വെബിൻ്റെ കേസിൽ വരുമ്പോൾ B2 എന്ന് പറയുന്നത് 30 ആവും, H2 എന്ന് പറയുന്നത് ഇവിടുത്തെ 120. ഓക്കെ, ആ വെബിൻ്റെ ഹൈറ്റ് ആവും. ഓക്കെ, അപ്പം B2H2³/12. തേർഡ് കേസിലാകുമ്പോൾ B3H3³/12. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് 3 വാല്യൂസും വരുന്നത്. ഓക്കെ, അതിൽ B3യുടെ വാല്യൂ ചെക്ക് ചെയ്യുകയാണെങ്കിൽ B3യുടെ വാല്യൂ എന്ന് പറയുന്നത് B3യുടെ വാല്യൂ വന്നിട്ട് 120 മില്ലിമീറ്റേഴ്സാണ്. B3യുടെ വാല്യൂ വന്നിട്ട് 120 മില്ലിമീറ്ററാണ്. അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. ഓക്കെ, മുകളിൽ താഴെ 120 മില്ലിമീറ്റർ വിഡ്ത്തും മുകളിൽ 100 മില്ലിമീറ്ററുമാണ്. ഓക്കെ, 120 മില്ലിമീറ്റർ വിഡ്ത്താണ് താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത ഓരോ വാല്യൂസ് എന്ന് പറയുന്നത് B1H1³/12 ഇവിടുത്തെ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ളത്, B2H2³/12 ഈ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ളത്,
തേർഡ് വൺ B3H3^12 എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂസിനെ എല്ലാം നമ്മളൊരു കോമൺ ആക്സിസിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കോമൺ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കോമൺ ആക്സിസ്. ഓക്കെ, നമ്മൾ y ബാർ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ബോട്ടം എഡ്ജിൽ നിന്ന് y ബാർ പൊസിഷൻ ചെയ്ത് നമ്മുടെ കോമൺ സെൻട്രോയിഡ് ഐ സെക്ഷൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻട്രോയിഡിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് വേണം നമ്മൾ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓരോ വാല്യൂസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓരോ വാല്യൂസിനെയും നമ്മൾ ഈ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് ഈ ഓരോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂസിനെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഇതിനെ എടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനായിട്ട് നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിൽ പഠിച്ചിട്ടുള്ളതാണ് ട്രാൻസ്ഫർ ഫോർമുല അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, ട്രാൻസ്ഫർ ഫോർമുല അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം പാരലൽ ആക്സിസ് തിയറം വെച്ച് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ടോപ്പ് ഫ്ലാഞ്ച്, ഓക്കെ, ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ IXX = I ബോട്ടം ഫ്ലാഞ്ച് പ്ലസ് I വെബ് പ്ലസ് I ടോപ്പ് ഫ്ലാഞ്ച് എന്ന് വരും. ഓക്കെ, അതിൽ ബോട്ടം ഫ്ലാഞ്ചിൻ്റെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും I3 പ്ലസ് A3 ഇൻറ്റു y ബാർ മൈനസ് Y3 ദി ഹോൾ സ്ക്വയർ പ്ലസ് വെബിൻ്റെ എടുക്കുമ്പോഴത്തേക്കും ഇത് ബോട്ടം ഫ്ലാഞ്ചിൻ്റെയാണ്. ഇതാണ് ട്രാൻസ്ഫർ ഫോർമുലയിൽ ഇടുമ്പോൾ, അതായത് ട്രാൻസ്ഫർ ഫോർമുലയിൽ ഇടുമ്പോഴത്തേക്കും IX പ്ലസ് AY² എന്നാണ് വരുന്നത്. IX പ്ലസ് AY². അതിൻ്റെ ഈ ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ മൈനസ് Y3 എന്ന് വന്നിരിക്കുന്നത്. I വെബിൻ്റെ എടുക്കുമ്പോഴത്തേക്കും I2 പ്ലസ് A2 ഇൻറ്റു y ബാർ മൈനസ് Y2 ദി ഹോൾ സ്ക്വയർ. അത് വെബിൻ്റെതായി. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ടോപ്പ് ഫ്ലാഞ്ചിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും I1 പ്ലസ് A1 ഇൻറ്റു y1 മൈനസ് y ബാർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം ലാസ്റ്റ് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫോർമുലയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ജസ്റ്റ് എടുത്തൊന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വാല്യൂസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തു വരുമ്പോഴത്തേക്കും IXX = സോൾവ് ചെയ്ത് വാല്യൂസ് എല്ലാം I3യുടെ വാല്യൂ അറിയാം, A3യുടെ വാല്യൂ അറിയാം, y ബാർ അറിയാം, Y3 അറിയാം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 5957 ഇൻറ്റു 10⁻⁻8 m⁻⁴ എന്ന് കിട്ടും. 5957 ഇൻറ്റു 10⁻⁻8 m⁻⁴. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്ഫർ ഫോർമുല യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂ, ഓക്കെ, ഇതേതാണ് I ടോപ്പ് ഫ്ലാഞ്ച് അല്ലേ, അല്ലെങ്കിൽ IXX1. ഓക്കെ, അതിനെ നമ്മുടെ കോമൺ ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും, കോമൺ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ഈ സെക്ഷൻ്റെ ഏരിയ, ഓക്കെ, ഈ സെക്ഷൻ്റെ ഏരിയ ഇൻറ്റു ഈ രണ്ട് ആക്സിസുകളും തമ്മിലുള്ള സ്പേസിങ്, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഇത് ഫിഗറും കൂടെ വെച്ചൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇതിലെ ഫസ്റ്റ് നോക്കിക്കോളൂ, ഏതാണ് I ബോട്ടം ഫ്ലാഞ്ച് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, I ബോട്ടം ഫ്ലാഞ്ചിനെ എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? I ബോട്ടം ഫ്ലാഞ്ചിനെ ഈ ഒരു ആക്സിസിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ I ബോട്ടം ഫ്ലാഞ്ചിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂ അറിയാം. ഓക്കെ, B3H3^12 എന്നുള്ളത് B3H3^12. ഓക്കെ, പ്ലസ് ഇതിൻ്റെ ഏരിയ, ബോട്ടം ഫ്ലാഞ്ചിൻ്റെ ഏരിയ ഇൻറ്റു ഇവിടുത്തെ ഈ ആക്സിസും. ഓക്കെ, നമ്മൾ ഏത് ആക്സിസിലോട്ടാണോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യനെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ആ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് ഇവിടെ y ബാർ മൈനസ് Y3 എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയറും കൂടെ എടുക്കുക. ഓക്കെ, അപ്പോൾ I3 പ്ലസ് A3 ഇൻറ്റു y ബാർ മൈനസ് Y3 ദി ഹോൾ സ്ക്വയർ. ഇതുപോലെ തന്നെ നമുക്ക് വെബിൻ്റെത് എഴുതാം, അതുപോലെ തന്നെ ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ എഴുതാം. അപ്പോൾ ഇതിനെല്ലാം ഒരു കോമൺ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂസിനെയും കോമൺ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഐയുടെ വാല്യൂ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടതാണ് ബെൻഡിങ് മൊമെൻറ്റ്. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? M/I = σ/y.
ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി അപ്പം ഐയുടെ വാല്യൂ ആയിട്ടുണ്ട്. ഓക്കെ, ഐ എന്ന് പറയുന്ന ആ എൻറ്റയർ ക്രോസ് സെക്ഷൻ്റെ ഐ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരു സെക്ഷൻ്റെ മാത്രമല്ല എൻറ്റയർ ഐ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് മാക്സിമം സ്ട്രെസ്സിൻ്റെ കണ്ടീഷനാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. മാക്സിമം സ്ട്രെസ്സിൻ്റെ കണ്ടീഷനാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എം ഈക്വൽ ടു, ഓക്കെ, ഇതാണ് നമ്മുടെ എൻറ്റയർ ബീം, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 മീറ്റേഴ്സാണ്. ഓക്കെ, അപ്പം എൽ ഈക്വൽ ടു 8 മീറ്റേഴ്സാണ്. ഞാനിവിടെ ഇക്വലൻ്റ് ഒരു ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 8 ഇൻറ്റു ഡബ്ല്യു എന്ന് വരും അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് 8ഉം ഡബ്ല്യു പെർ ലെങ്ത്തുമാണ് ലോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലെങ്ത്തിലേക്ക് വരുന്ന ടോട്ടൽ ഇക്വലൻ്റ് ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യുവിനെ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ഇൻറ്റു എൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ ലോഡ് കിട്ടും, അതായത് 8 ഇൻറ്റു ഡബ്ല്യു. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ ലെങ്ത്തിൻ്റെ ടേംസിൽ തന്നെ എഴുതുവാണെങ്കിൽ ഡബ്ല്യു ഇൻറ്റു എൽ എന്ന് എഴുതാം. ഡബ്ല്യു ഇൻറ്റു എൽ ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 8ൻ്റെ വാല്യൂ ഒക്കെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെൻ്റാണ് വേണ്ടത്. ഈ പോയിന്റിൽ ബെൻഡിങ് മൊമെൻ്റാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓക്കെ യു ഡി എൽ വരുവാണെങ്കിൽ അതിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് വരുന്നത് ഈ നടുക്കത്തെ പോയിന്റിലായിരിക്കും. ഓക്കെ, നടുക്കത്തെ പോയിന്റിലായിരിക്കും. അത് ഇതുപോലെ എന്താണ് ഒരു പരാബോളിക് കർവായിട്ടായിരിക്കും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഒരു ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരച്ചാൽ അത് ഇവിടെ ആയിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് വരുന്നത്. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ്. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഒക്കേഴ്സ് അറ്റ് ദി മിഡ് സ്പാൻ ആണ്. അപ്പം ഈ പോയിന്റ് ഇപ്പോൾ സി ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് പോയിന്റ് എ, ഇത് വന്നിട്ട് പോയിന്റ് ബി. ഓക്കെ, ഇവിടെ വന്നിട്ട് ആർ എ, ഇവിടെ വന്നിട്ട് ആർ ബി. ഓക്കെ, ആർ എ ആർ ബി. അപ്പം ടോട്ടൽ ലോഡ് ഡബ്ല്യു എൽ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ എത്ര വരും? ഡബ്ല്യു എൽ ബൈ 2 പകുതി ഈ സൈഡും വരും, ബാക്കി പകുതി എന്ന് പറയുന്ന ഡബ്ല്യു എൽ ബൈ 2 എന്ന് പറയുന്ന ഈ റൈറ്റ് സൈഡിലും വരും. ഓക്കെ, ശരി. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വീണ്ടും എന്തുണ്ട്? എനിക്കിപ്പോൾ ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് വെച്ചിട്ട് നമ്മളങ്ങ് ഫിക്സ് ചെയ്യും അല്ലേ. അങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടാണ്. ഈ പോയിന്റിൽ വെച്ച് ഫിക്സ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ഒബ്സർവ് ചെയ്യാം. റൈറ്റ് സൈഡിലോട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാ ഉള്ളത്? ഏറ്റവും വലതേ വശത്ത് ഡബ്ല്യു എൽ ബൈ 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർ ബി ഉണ്ട് അല്ലേ. ആർ ബി പോയിന്റ് സിയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്? എൽ ബൈ 2 ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മൊമെൻറ്റ്. പിന്നെ ബിയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരാൻ നോക്കുമ്പോൾ ഇത്രയും പോർഷനിൽ എന്തും കൂടെ ഉണ്ട്? ഒരു യു ഡി എല്ലും കൂടെ ഉണ്ട്. ആ യു ഡി എൽ എത്ര ഡിസ്റ്റൻസിലേക്കേ ഉള്ളൂ? എൽ ബൈ 2 ഡിസ്റ്റൻസിലേക്കേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസിലുള്ള യു ഡി എൽ മാത്രം നോക്കിയാൽ. അപ്പോൾ അതിനെ കൂടെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇക്വലൻ പോയിന്റിലോട് ആക്കുമ്പോഴത്തേക്കും ഡബ്ല്യു ഇൻറ്റു എൽ ബൈ 2 എന്ന് വരും. ഓക്കെ, എൽ ബൈ 2 ഡിസ്റ്റൻസിലേക്ക് ഇവിടെയും യു ഡി എല്ലിൻ്റെ വാല്യൂ മാറിയിട്ടില്ല. യു ഡി എല്ലിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? ഡബ്ല്യു പെർ ലെങ്ത് ആണ്. ഓക്കെ, ഡബ്ല്യു പെർ ലെങ്ത് തന്നെയാണ് യു ഡി എല്ലിൻ്റെ വാല്യൂ ഇപ്പോഴും. ഓക്കെ, അപ്പം ഇതിന് ഇത്രയും ലെങ്ത്തിലേക്കുള്ള ഇക്വലൻ ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു എൽ ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന? ഡബ്ല്യു എൽ ബൈ 2 കൂടെ കൺസിഡർ ചെയ്യണം മൊമെൻ്റ് എടുക്കും. ഡബ്ല്യു എൽ ബൈ 2, പിന്നെ ഇത് മുതൽ ഇവിടെ സി വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എൽ ബൈ 2 ആയിരുന്നു. അപ്പോൾ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയാവും? അതിൻ്റെ നേരെ പകുതി. എൽ ബൈ 2ൻ്റെ പകുതി എന്ന് പറയുന്നത് എൽ ബൈ 4. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് മൊമെൻറ്റ് വാല്യൂസ് വരുന്നത്. പിന്നെ പോയിന്റ് സിയിൽ വരുമ്പോഴത്തേക്കാണ് പിന്നെ ഈ ഇത് പോയിന്റ് ലോഡ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ആർ ബി എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ് ബീമിനെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്മൈലിംഗ് നേച്ചറാണ് വരുന്നത്, അതുകൊണ്ട് ഇത് പ്ലസ്സും. ഇനി ഡബ്ല്യു എൽ ബൈ 2 എന്ന് പറയുന്ന ബീമിനെ നേരെ താഴത്തേക്കാണ് പുഷ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് മൈനസും. ഓക്കെ, ആർ ബിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡബ്ല്യു എൽ ബൈ 2 ആണ്. ഡബ്ല്യു എൽ ബൈ 2 ഇൻറ്റു എൽ ബൈ 2. ഓക്കെ, മൈനസ് ഡബ്ല്യു എൽ ബൈ 2 ഇൻറ്റു എൽ ബൈ 4. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എല്ലിന് പകരം എന്ത് കൊടുക്കാം? 8 കൊടുക്കാം. എല്ലിന് പകരം 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിപ്പം ഡയറക്റ്റ്ലി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്നുള്ളത് വരും. ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ഡബ്ല്യു ഇൻറ്റു 8 സ്ക്വയർ ബൈ എല്ലിന് വരെ 8 കൊടുക്കുമ്പോൾ 8 സ്ക്വയർ ബൈ 8 എന്ന് വരും, ഈക്വൽ ടു 8 ഡബ്ല്യു. ഓക്കെ, 8 ഡബ്ല്യു എന്ന് വരും. വേർ ഡബ്ല്യു ഇസ് ദി യു ഡി എൽ. ഡബ്ല്യു എന്ന് പറയുന്ന അവിടുത്തെ യു ഡി എൽ ആയിട്ടും വരും. ഓക്കെ, ശരി. ഇനി നമുക്ക് രണ്ട് വാല്യൂസാണ് തന്നിരിക്കുന്നത്. നമ്മുടെ കേസിൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സും തന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ട് മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും എത്രയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് വാല്യൂസും കൂടെ വെച്ചിട്ടാണ് നെക്സ്റ്റ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ
ഫൈൻഡ് ദി വാല്യൂ ഓഫ് UDL, അതായത് ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇഫ് ദി മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ ടെൻഷൻ എന്ന് പറയുന്നത് 30 MN/m², മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ കംപ്രഷൻ എന്ന് പറയുന്നത് 45 MN/m² ആയിക്കഴിഞ്ഞാൽ നമുക്ക് UDL ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്ര വരും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും കൂടെ വരയ്ക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു, നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ UDL വന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പോയിന്റ് ലോഡ് അതിന് മുകളിൽ വരുമ്പോഴത്തേക്കും ഇത് ബീം നേരെ താഴത്തേക്ക് ഇതുപോലെ ബെൻഡാവും അല്ലേ. UDL കൺസിഡർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരു ബീമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നേരെ താഴത്തേക്ക് ബെൻഡാവും. ഓക്കെ, അപ്പോൾ മുകളിലത്തെ ഫൈബേഴ്സിൽ ബെൻഡിങ്ങിൻ്റെ സമയത്ത് മുകളിലത്തെ ഫൈബേഴ്സിൽ വന്നിട്ട് കംപ്രഷനും താഴത്തെ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ താഴത്തെ ലെയർ എക്സ്റ്റെൻഡ് ചെയ്യും, മുകളിലത്തെ ലെയർ എന്ന് പറയുന്നത് കംപ്രസും ചെയ്യും. ഓക്കെ, കാൻറ്റിലിവർ ബീമാണെങ്കിൽ നേരെ തിരിച്ചാണ് വരുന്നത്, ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ മുകളിലത്തെ ഫൈബറിലാണ് കംപ്രസീവ് സ്ട്രെസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ ടെൻഷൻ സൈഡ് ഓഫ് ഐ സെക്ഷൻ ഒരു പാർട്ടായിട്ട് സോൾവ് ചെയ്യാം, ഫോർ കംപ്രസീവ് സൈഡ് ഓഫ് ഐ സെക്ഷൻ മറ്റൊരു പാർട്ടായിട്ട് സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടെൻഷൻ സൈഡിലാകുമ്പോഴത്തേക്ക് M/I = σ/y. ഓക്കെ, അവിടെ സിഗ്മയ്ക്ക് പകരം എന്ത് കൊടുക്കാം? σT കൊടുക്കാം. കാരണം ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ നേച്ചർ എന്താണ്? ടെൻസൈൽ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ M = I × σT/yt. ഓക്കെ, അതിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 5957. ഓക്കെ, 5957 ഇൻറ്റു 10⁻⁻8 ഇൻറ്റു 10⁻�8 ഇൻറ്റു σT എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 × 10⁻6 വരെ ആവാം അല്ലേ, അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ലിമിറ്റഡ് ടു 30 × 10⁻6 ഇൻ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവൈഡഡ് ബൈ YT എന്ന് പറയുന്നത് 87.38 ഇൻറ്റു 10⁻3. ഓക്കെ, 87.38 ഇൻറ്റു 10⁻3. ഓക്കെ, അപ്പം 87.38 എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ YTയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഐ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ എൻറ്റയർ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ്. അത് മുതൽ ഈ ബോട്ടം എഡ്ജിലാണല്ലോ നമുക്ക് ടെൻഷൻ വരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ബോട്ടം സൈഡിലാണ് നമുക്ക് ടെൻസൈൽ സ്ട്രെസ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് മുതൽ ഇതുവരെയുള്ളത് ഓക്കെ നമ്മുടെ സെൻട്രോയിഡ് ക്രോസ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് മുതൽ നമുക്ക് ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ഫൈബർ. ഓക്കെ, ടെൻഷനിൽ ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് ഈ ബോട്ടം ഫൈബറാണ്. അപ്പോൾ അതുവരെയുള്ള ഡിസ്റ്റൻസാണ് 87.38 mm എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20.452 kN എന്ന് കിട്ടും. 20.452 kN. ഓക്കെ, അപ്പോൾ അതാണ് ടെൻസൈൽ സൈഡിൻ്റെ കാൽക്കുലേഷൻ. ഇതുപോലെ തന്നെ കംപ്രസീവ് സൈഡിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ M/I = σ/y തന്നെയാണ്. M = I × σc/yc എന്ന് വരും. I × σc/yc എന്നുള്ള രീതിയിൽ കാൽക്കുലേഷൻ. ഐയുടെ വാല്യൂ മാറിയിട്ടില്ല. ഐ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ക്രോസ് സെക്ഷനിൽ ചേഞ്ച് വരുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഐയുടെ വാല്യൂയിലും ചേഞ്ച് ഇല്ല. ഓക്കെ, പിന്നെ ഇൻറ്റു ഇവിടുത്തെ ഐ സെയിം വാല്യൂ തന്നെയാണ്, ഈ ഐയുടെ വാല്യൂ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു σc എന്ന് പറയുന്നത് നമുക്ക് 45 × 10⁻6 എന്ന് കൊടുക്കാം. അത് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ കംപ്രഷൻ ഈസ് ലിമിറ്റഡ് ടു 45 × 10⁻6 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ YC എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന്. ഓക്കെ, ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് കംപ്രഷനിൽ നിൽക്കുന്ന മാക്സിമം കംപ്രഷൻ നിൽക്കുന്ന ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഈ ഒരു ഫൈബർ ആയിരിക്കും മാക്സിമം കംപ്രഷനിൽ വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഈ ഫൈബർ മാക്സിമം കംപ്രഷനിലും, ഇവിടെ നിന്ന് ഏറ്റവും താഴെ നിൽക്കുന്ന ഫൈബർ മാക്സിമം ടെൻഷനിലുമാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മാക്സിമം കംപ്രഷനിലേക്കുള്ള ഫൈബറിൻ്റെ ദൂരം എത്രയാണ്? ഇത് തൊട്ട് ഇതുവരെ y ബാറാണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ഐ സെക്ഷൻ എന്ന് പറയുന്നത് 50 + 120 + 30 ആണ്. ഓക്കെ, അപ്പോൾ അത് 150 200 വരും. 200ൽ നിന്ന് നമ്മൾ ഏത് സബ്ട്രാക്ട് ചെയ്യുന്നു? 87.38 സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ YCയുടെ വാല്യൂ എന്ന് പറയുന്നത് 200 മൈനസ് 200 എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ, അതിൽ നിന്ന് y ബാറിൻ്റെ ഈ ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു, മൈനസ് 87.38. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസ് മുതൽ ഈ ഔട്ടർ മോസ്റ്റ് ഫൈബർ ഇൻ കംപ്രഷൻ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് കിട്ടിയത്. 200 മൈനസ് 87.38. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റു ഒരു 10⁻³ കൂടെ വരും.
ഓക്കെ, അത് മില്ലിമീറ്ററിൻ്റെ മീറ്ററിലേക്കുള്ള കൺവേർഷനാണ്. സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 23.802 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് കിട്ടും. കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. ശരി, അപ്പോൾ ഇത് ടെൻഷനിൽ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇത്ര വരുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണ് 30 × 10⁻⁶ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് വരുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ബെൻഡിങ് മൊമെൻറ്റ്. ഇത് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് വരുന്നെങ്കിൽ കൊടുക്കേണ്ട ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏത് ബെൻഡിങ് മൊമെൻറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇതിൽ രണ്ടിലും ഏറ്റവും കുറവ് ഏതാണ്? ഓക്കെ, ഏറ്റവും കുറവ് വരുന്ന ഏതാണ്? 20.45 ആണ് വരുന്നത്. ഇവിടെ 23.80 ആണ്. ഓക്കെ, അപ്പം 20.45 ആണെങ്കിൽ ഇവിടെയും വാലിഡ് ആയിരിക്കും. ഓക്കെ, 20.45 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇവിടുത്തെ എന്താണ് കംപ്രഷനിലുള്ള സ്ട്രെസ്സിനെയും അത് സ്റ്റാൻഡ് ചെയ്തോളും. പക്ഷേ ഇവിടെ 23.802 കിലോ ന്യൂട്ടൺ മീറ്ററിൻ്റെ മൊമെൻറ്റാണ് ഞാൻ ആ ഒരു ബീമിൽ കൊടുക്കുന്നതെങ്കിൽ, ബീമിൽ കൊടുക്കുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ ഇവിടുത്തെ ഹയർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഹയർ വാല്യൂ ഓഫ് മൊമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്രഷനിൽ എന്താണ് കംപ്രസീവ് സ്ട്രെസ്സിനെ അത് സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ഫെയിലിയർ ഒന്നും കൂടാതെ കംപ്രസീവ് സ്ട്രെസ്സിനെ അത് സ്റ്റാൻഡ് ചെയ്യും. പക്ഷേ ടെൻസൈലിൽ വരുമ്പോഴത്തേക്കും എന്ത് പറ്റിപ്പോവും? ടെൻസൈലിൽ വരുമ്പോഴത്തേക്കും അത്രയും മൊമെൻറ്റ് സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഓക്കെ, 23.80 വരെ സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഏതിനില്ല? ഈ ടെൻസൈൽ പാർട്ടിനില്ല. അതുകൊണ്ട് അവിടെ വെച്ച് ബീം ഫെയിലായിപ്പോവും. അപ്പോൾ ഫെയിലിയർ ഓഫ് ദി ബീം അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിൽ താഴ്ന്ന വാല്യൂ എടുക്കുക. അതിൽ കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഇത് രണ്ടും നോക്കുമ്പോൾ 20.452 ന്യൂട്ടൺ മീറ്റർ ആണ്, അല്ലേ, കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് ടേക്ക് ബെൻഡിങ് മൊമെൻറ്റ് m ഈക്വൽ ടു, ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ രണ്ടിലും കുറഞ്ഞ വാല്യൂ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. 20.452 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മിനിമം ഓഫ് എബവ് 2 values അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആസ് സിഗ്മ ടി ആൻഡ് സിഗ്മ സി. ഓക്കെ, മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും ആർ ലിമിറ്റഡ് ടു 30 MN/m² ആൻഡ് 45 MN/m². 45 MN/m². ഓക്കെ ആണ്. ശരി, അതുകൊണ്ടാണ് ഇതിൽ മിനിമം വാല്യൂ എടുത്തത് നമ്മൾ. ഓക്കെ, അപ്പം 20.452 കിലോ ന്യൂട്ടൺ മീറ്റർ എടുത്തു കഴിഞ്ഞാൽ, അതായത് മിനിമം വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ടെൻസൈൽ സ്ട്രെസ് ആയാലും കംപ്രസീവ് സ്ട്രെസ് ആയാലും ഈ പറഞ്ഞ ലിമിറ്റിനുള്ളിലേ വരുന്നുള്ളൂ, ലിമിറ്റ് ക്രോസ് ചെയ്യത്തില്ല. ഓക്കെ, ശരി. ഇനി തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ m ഈക്വൽ ടു, തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ m ഈക്വൽ ടു 8 × W എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. m ഈക്വൽ ടു 8 × W എന്ന് പ്രൂവ് ചെയ്തു. ഇപ്പം നമുക്ക് എമ്മിൻ്റെ വാല്യൂ ആയിട്ടുണ്ട്, അല്ലേ? എമ്മിൻ്റെ വാല്യൂ എത്രയാണ് വന്നത്? വി ഹാവ് m ഈക്വൽ ടു 8W. ഇത് കഴിഞ്ഞ സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്തതാണ്. m ഈക്വൽ ടു 8 times W. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് W ഈക്വൽ ടു m/8 ഈക്വൽ ടു 20.452/8. ഓക്കെ, 20.452/8 ഈക്വൽ ടു 2.55 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 2.55 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ അത്രയും UDL ആയിരിക്കും അവിടെ ഈ പറയുന്ന കണ്ടീഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആക്ച്വൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ മാക്സിമം സ്ട്രെസ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ മാക്സിമം സ്ട്രെസ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബെൻഡിങ് മൊമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ എത്ര സ്ട്രെസ് വന്നെന്നുള്ളത്. മാക്സിമം സ്ട്രെസ് ഇൻ ടോപ്പ് മോസ്റ്റ് ഫൈബർ. ഓക്കെ, ടോപ്പ് മോസ്റ്റ് ഫൈബർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഈക്വൽ ടു മുകളിലത്തെ ഫൈബർ ആകുമ്പോഴത്തേക്ക് ആക്ച്വൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ്, മുകളിലത്തെ ഫൈബറിൽ കംപ്രഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ സ്ട്രെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ m/I കൊടുത്താൽ മതി, അല്ലേ? സിഗ്മ വേണമെന്നുണ്ടെങ്കിൽ m/I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും m × YC/I എന്ന് വരും.
ഓക്കെ, അപ്പോൾ ഇതിൽ എമ്മിൻ്റെ വാല്യൂ നമ്മൾ എത്ര കൊടുക്കണം? നമ്മൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന 20.452 ആണ്. ആ വാല്യൂ വേണം നമ്മളിവിടെ ഇത്തവണ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 20.452 ഇൻറ്റു 10⁻³ ഇൻറ്റു YC എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ആക്സിസ് മുതൽ ഏറ്റവും മുകളിലത്തെ ഫൈബറിലാണല്ലോ കംപ്രഷൻ. ഓക്കെ, അതുവരെയുള്ള ദൂരം 112.62 ഇൻറ്റു 10⁻³ ദ ഹോൾ ഡിവൈഡഡ് ബൈ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻറ്റയർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വേണം നോക്കാനായിട്ട്. എൻറ്റയർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 55,957 ഇൻറ്റു 10⁻⁻8. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 38.6 MN/m². ഓക്കെ, അപ്പോൾ ഇതാണ് ആ ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, പക്ഷേ അവിടെ കംപ്രസീവ് സ്ട്രെസ് എത്ര വരെ ആവാമെന്നാണ് പറഞ്ഞിരുന്നത്? കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരെ ആവുമായിരുന്നു? കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ വന്നിട്ട് ക്വസ്റ്റ്യനിൽ നോക്കുവാണെങ്കിൽ കംപ്രഷനിൽ 45 MN/m² വരെ ആവാം. ഓക്കെ, പക്ഷേ നമ്മൾ 45 MN/m² വരെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ലിമിറ്റ് അങ്ങ് ക്രോസ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഫൈനലൈസ് ചെയ്തു, ഫിക്സ് ചെയ്തു. അതിനുശേഷം ആ മൊമെൻറ്റ് വെച്ചിട്ട് കംപ്രഷനിൽ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ആക്ച്വൽ മാക്സിമം സ്ട്രെസ് ഇൻ ബോട്ടം മോസ്റ്റ് ഫൈബർ. ബോട്ടം മോസ്റ്റ് ഫൈബറിൽ നോക്കുവാണെങ്കിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എത്രയാണോ പറഞ്ഞിരുന്നത് ആ ലിമിറ്റ് തന്നെയായിരിക്കും. നമ്മളിനി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻ്റാണ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ടെൻസൈൽ സ്ട്രെസ്, ഇത് ഗിവൺ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് ഡേറ്റ ആയിട്ട് വെച്ചിട്ട് മറ്റേതിൻ്റെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ശരി, അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിനി ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം കൂടെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, ഇതാണ് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്ത് വരച്ചിരിക്കുന്നതാണ് ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കൺക്ലൂഷൻ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരച്ച് വേണം ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? നമ്മുടെ ഐ സെക്ഷൻ വരച്ചു. ഓക്കെ, ഐ സെക്ഷൻ വരച്ചു. ഓക്കെ, ഐ സെക്ഷൻ വരച്ചതിന് ശേഷം നമ്മുടെ കയ്യിലിപ്പം ഏറ്റവും മുകളിലത്തെ ഫൈബറിലും ഏറ്റവും താഴത്തെ ഫൈബറിലുമുള്ള സ്ട്രെസ് വാല്യൂസ് നമുക്കറിയാം. ഏറ്റവും മുകളിലത്തെ ഫൈബറിൽ എത്രയാണ് സ്ട്രെസ്സ്, ഏറ്റവും താഴത്തെ ഫൈബറിൽ എത്രയാണ് സ്ട്രെസ്സ്, അതിൻ്റെ നേച്ചർ എന്താണ്, ടെൻസൈലാണോ കംപ്രസീവ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ എൻറ്റയർ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡ് പറയും. സെൻട്രോയിഡ് എന്ന് പറയുന്ന ബോട്ടത്തിൽ നിന്ന് വൈ ഹൈറ്റിലാണ് സെൻട്രോയിഡ് വന്നിരിക്കുന്നത്. വൈ ബാർ ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡൽ ആക്സിസിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് ഫോർ ദി എൻറ്റയർ സെക്ഷൻ. ഇനി ഈ ഐ സെക്ഷൻ വരച്ചതിന് ശേഷം അതിൽ നിന്ന് റെഫറൻസ് എടുത്ത് ഡേറ്റം വരയ്ക്കുക. ഓക്കെ, അവിടെ നിന്നിട്ട് ഇവിടുത്തെ എൻറ്റയർ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡ് ഉണ്ടല്ലോ, വൈ ബാർ ഹൈറ്റിലായിട്ടാണ് ഞാൻ സെൻട്രോയിഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻട്രോയിഡൽ ആക്സിസ്, ഇത് സെൻട്രോയിഡൽ ആക്സിസ് ആണ്. സെൻട്രോയിഡൽ ആക്സിസ് എന്നോ നമുക്ക് ബെൻഡിങ്ങിൻ്റെ കേസ് വരുമ്പോൾ ന്യൂട്രൽ ആക്സിസ് എന്നോ, കാരണം ഈ ഒരു ആക്സിസിൽ എന്ത് കാണത്തില്ല, ഈ ഒരു ആക്സിസിൽ വന്നിട്ട് ഒരു തരത്തിലും സ്ട്രെസ്സ് കാണത്തില്ല, ടെൻസൈൽ സ്ട്രെസ്സും കാണത്തില്ല, കംപ്രസീവ് സ്ട്രെസ്സും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ റെഫറൻസ് വരച്ചു, ഇവിടെ നിന്ന് സെൻട്രോയിഡൽ ആക്സിസ് വരച്ചു, അതിൻ്റെ എക്സ്റ്റൻഷനും വരച്ചു. ശരി, ഇനി ഇതിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഓക്കെ, ഈ റെഫറൻസിൽ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് ചൂസ് ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു വെർട്ടിക്കൽ വരച്ചു. ഓക്കെ, ശരി, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വെർട്ടിക്കലിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ടാണ് സ്ട്രെസ്സ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സുകളെല്ലാം റൈറ്റിലേക്കും കംപ്രസീവ് സ്ട്രെസ്സുകളെല്ലാം ലെഫ്റ്റിലേക്കുമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ന്യൂട്രൽ ആക്സിസിൽ നിന്ന് താഴോട്ടുള്ള ഓരോ ഫൈബർ, ഓക്കെ, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് താഴോട്ട്, ഇപ്പോൾ ഇവിടുത്തെ ഫൈബർ എടുക്കുവാണെങ്കിൽ അത് ടെൻഷനിലായിരിക്കും, ഇത് ഫൈബർ ടെൻഷനിലായിരിക്കും, ഇത് ഇങ്ങനെ ഓരോ താഴോട്ടുള്ള ഫൈബേഴ്സിലും അണ്ടർ ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും. ആ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ടെൻസൈൽ നേച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ഈ പറയുന്ന ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ടെൻസൈൽ നേച്ചറിലുള്ള ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ മാക്സിമം വാല്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫൈബർ.
ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഈ ലെയറല്ലേ നിൽക്കുന്നത്, ആ ലെയറിലായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് സ്ട്രെസ് വരുന്നത്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത അതിൻ്റെ വാല്യൂ 30 MN/m² എന്നും വരും. ഓക്കെ, ഇനി സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ട് ഓരോ ലെയേഴ്സ് വഴി നമ്മൾ മുകളിലോട്ട് റൈസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അവിടെ എന്താണ്, അവിടെ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പുറത്തേക്കുള്ള ഫൈബറിൽ പോകുന്നതിനനുസരിച്ച് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ മാക്സിമം വാല്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിരിക്കും, ഏറ്റവും ഔട്ടർ മോസ്റ്റ് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് എവിടെയാണോ ഔട്ടർ മോസ്റ്റ് ഫൈബേഴ്സ് നിൽക്കുന്നത് അവിടെയായിരിക്കും മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ അവിടെയായിരിക്കും മാക്സിമം ടെൻസൈൽ സ്ട്രെസ്. അതിൽ മുകളിലോട്ടുള്ള ഫൈബേഴ്സിൽ പോകുന്നതിനനുസരിച്ച് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടി ഏറ്റവും ഔട്ടർ മോസ്റ്റ് എത്തുമ്പോൾ മാക്സിമവും, അതുപോലെ തന്നെ താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടി ഏറ്റവും പുറത്തുള്ളതിൽ വരുമ്പോൾ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രാം വരയ്ക്കുന്നതിനാണ് നമ്മൾ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ സെക്ഷൻ്റെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വന്നിട്ട് ന്യൂട്രൽ ആക്സിസിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ സിഗ്മ = 0 ആയിരിക്കും. സിഗ്മ = 0. അവിടെ ടെൻസൈൽ നേച്ചറും ഇല്ല, കംപ്രസീവ് നേച്ചറും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം അണ്ടർ UDL ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇതിന് പകരം ഇവിടെ ഒരു ക്യാൻറ്റിലിവർ ബീം ആയിരുന്നെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന് മുകളിലാണ് ഈ UDL വരുന്നതെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് ലോഡ് വരുന്നെങ്കിൽ ഇത് നേരെ താഴത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, താഴത്തേക്ക് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും മുകളിലത്തെ ഫൈബറിൽ വന്നിട്ട് ടെൻഷനും താഴത്തെ ഫൈബറിൽ വന്നിട്ട് കംപ്രഷനും ആയിരിക്കും. കംപ്രഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ മുകളിലത്തെ ഫൈബറിൽ വന്നിട്ട് കംപ്രഷനും ബെൻഡിങ്ങിന് ശേഷം ലോഡ് വന്നതിന് ശേഷം മുകളിലത്തെ ഫൈബറിൽ കംപ്രസീവ് സ്ട്രെസ്സും താഴത്തെ ഫൈബറിൽ വന്നിട്ട് ടെൻസൈൽ സ്ട്രെസ്സുമായിരിക്കും. AB സപ്പോർട്ട്സ്, ഇവിടെ RA RB. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പം ഇതിൽ ചോദിക്കാൻ പറ്റുന്നത് I സെക്ഷൻ ചോദിക്കാറുണ്ട്, പിന്നെ T സെക്ഷൻ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. T സെക്ഷനും സോൾവ് ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെയാണ്, പക്ഷേ അവിടെ ഒരു ടോപ്പ് ഫ്ലാഞ്ചും വെബും മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, T സെക്ഷൻ ആകുമ്പോഴത്തേക്കും ഷേപ്പ് വന്നിട്ട് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം അതിൽ ഒരു ടോപ്പ് ഫ്ലാഞ്ച് കാണും, പിന്നെ വെബ് കാണും. ബോട്ടം ഫ്ലാഞ്ച് കാണത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ റെഫറൻസ് സെറ്റ് ചെയ്യുമ്പോൾ ഇതേ കണക്ക് XY ആക്സിസ് അല്ലേ, പിന്നെ എന്താണ് സെക്ഷൻ വേർതിരിക്കുക അല്ലേ, 1 2 എന്ന് കൊടുക്കുക, അതിൽ C1 C2 ഈ മൊത്തത്തിലുള്ള T സെക്ഷൻ്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ആ ടാബുലർ കോളം യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ റെക്ടാങ്കുലർ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക.